നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സർഗസംവാദങ്ങളുടെ ഇടങ്ങളാവേണ്ടതാണ് സർവകലാശാലകൾ. പക്ഷേ കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്നത് എന്താണ്? ഗവർണർമാർ നിയോഗിച്ച വിസിമാർ ഒരു പക്ഷത്തും വിദ്യാർത്ഥികളും സർവകലാശാലയും മറുപക്ഷത്തും എന്നതാണ് ഇപ്പോഴത്തെ നില. അക്കാദമിക സംവാദങ്ങൾ നടക്കേണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും ഒടുവിൽ നടക്കുന്നത് കണ്ണൂർ സർവകലാശാലയുടെ ഉദാഹരണമെടുത്താൽ കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ഷീ ഫെസ്റ്റ് നടത്താൻ തീരുമാനിക്കുന്നു. ഡൽഹി ജന്തർ മന്ദർ സമരത്തിൽ തീപ്പൊരിയായി നിന്ന SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നു. എന്നാൽ ഈ സെമിനാർ ഹാൾ നിഷേധിച്ചുകൊണ്ടാണ് സർവകലാശാല ഇതിനോട് പ്രതികരിച്ചത്. SFI നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി യൂണിയൻ വിലക്ക് ലംഘിച്ച് പരിപാടി നടത്തി. കാലടി സർവകലാശാലയിലാണെങ്കിൽ മറിച്ചാണ് സംഭവം. അവിടെ അടിസ്ഥാന സൗകര്യമില്ല എന്നുള്ളത് ഉന്നയിച്ചുകൊണ്ട് SFI പ്രവർത്തകർ VCക്കെതിരെ പ്രതീകാത്മകമായി ശവമംഗം ഒരുക്കുകയും ഇതിന് സംസ്കാര ചടങ്ങ് നടത്തുകയും ഒക്കെ ചെയ്യുന്നു. VCയെ അവർ തടഞ്ഞു വെക്കുന്നു. VC പറയുന്നു, എന്നെ കായികമായിട്ടടക്കം അവർ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുന്നു. കടുത്ത വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന് കേരള സർവകലാശാലയിലാണ്. കേരള സർവകലാശാലയിൽ VC മോഹനൻ കുന്നുമ്മൽ വീണ്ടും RSS പരിപാടിയിൽ പങ്കെടുക്കുന്നു. കാലടിയിൽ SFI സമരത്തെ പ്രാകൃതമെന്ന് പറഞ്ഞ് തള്ളിയ മന്ത്രി റോജി എം ജോൺ പക്ഷേ ഇവിടെ മോഹൻ കുന്നുമ്മലിൻ്റെ നടപടി പദവിക്ക് നിരക്കാത്തതെന്നാണ് വിമർശിച്ചത്. യഥാർത്ഥത്തിൽ അക്കാദമിക സംവാദങ്ങളും സർഗസംവാദങ്ങളും ഒക്കെ നിറയേണ്ട ക്യാമ്പസുകൾ, ആ ക്യാമ്പസുകൾ സങ്കുചിതമായ രാഷ്ട്രീയ വർഗീയ ചേരിപ്പോരിലേക്ക് നീങ്ങുകയാണോ? ഈ സർവകലാശാലയെ നയിക്കേണ്ട VCമാർ തന്നെ ഇത്തരത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ശരിയോ? വിദ്യാർത്ഥികളും സംഘടനകളും ഒക്കെ തിരുത്തേണ്ട കാലമായോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ സർവകലാശാലകൾ പലതരത്തിലുള്ള സംവാദങ്ങളും വിവാദങ്ങളും ഒക്കെ നടക്കുക പതിവാണ്. അത്തരം പല വിഷയങ്ങൾ ലോകത്തിൻ്റെ കീഴിലുള്ള ഏത് വിഷയത്തിലും സംവാദങ്ങൾ നടക്കേണ്ട ഇടങ്ങളൊക്കെയാണ് സർവകലാശാലകൾ. പക്ഷേ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊക്കെ ഇപ്പോൾ നടക്കുന്ന അതൊന്നുമല്ല. VC ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഗവർണർ നിയോഗിച്ച VCയാണ്. അവരുടെ രാഷ്ട്രീയ താല്പര്യം വെക്കുന്നു. മറുഭാഗത്ത് വിദ്യാർത്ഥി സംഘടനകൾ, അത് SFI ഇടയ്ക്ക് ഇപ്പോൾ കൂടുതൽ നിൽക്കുന്ന SFI ആണ്, മറ്റ് സംഘടനകളുമൊക്കെ എതിർപ്പുമായി ഒക്കെ നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ സർവകലാശാലകളെ ഇങ്ങനെ ഒരു ചേരിപ്പോരിൻ്റെ ഇടങ്ങളാക്കി മാറ്റേണ്ടതുണ്ടോ? ശ്രീ കിരൺ, നമ്മൾ നിരവധി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തേതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിലുള്ള ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ, സ്വജനപക്ഷപാതം എന്നിവയെല്ലാം തന്നെ മറ്റെല്ലാം വിഷയം പോലെ തന്നെയാണിതും. നമ്മളെന്താണ് ഇതിൽ ഒരു കാര്യം നമ്മൾ പറയാനുള്ളത്? ഈ സുപ്രീം കോടതി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് പോലെ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് നമ്മുടെ നിയമസംഹിത ഉടച്ചു വാർക്കണം. ഇവിടെ BJP RSS അനുഭാവമുള്ള VC ആയാലും ശരി, SFI അനുഭാവം CPM അനുഭാവമുള്ള VC ആയാലും ശരി, കോൺഗ്രസ് അനുഭാവമുള്ള VC ആയാലും ശരി, ഇപ്പോൾ നീതിപൂർവകമായിട്ടുള്ള പല പദവികളും നിർവഹിക്കേണ്ടവർ രാഷ്ട്രീയത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ എത്തിയിരിക്കുന്നു. സ്ഥാനമാനങ്ങൾക്കും മറ്റു താല്പര്യങ്ങൾക്കും വേണ്ടി അത്തരത്തിലേക്ക് ഈ രംഗമെല്ലാം തന്നെ അങ്ങനെ മാറിക്കഴിഞ്ഞതാണ്. അതാണ് ഇതിന്റെയൊക്കെ ഏറ്റവും ഒടുവിലത്തെ പരിണിത ഫലം. നിഷ്പക്ഷതയായി അല്ലെങ്കിൽ സ്വജനപക്ഷപാതമില്ലാതെ ഒക്കെ, രാഷ്ട്രീയമില്ലാതെ ഒക്കെ തന്നെ പ്രവർത്തിക്കേണ്ട നമ്മുടെയെല്ലാം വിശ്വാസമാർജിക്കുന്ന സ്ഥാപനങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനങ്ങൾ, അത്തരത്തിലേക്ക് ഇതിന്റെ നിയമസംഹിതകൾ ഉടച്ചു വാർക്കണം. ഗവർണർക്കൊരു രാഷ്ട്രീയം, ഗവൺമെന്റിന് രാഷ്ട്രീയം, VCക്കൊരു രാഷ്ട്രീയം. അഭിപ്രായം വ്യക്തമാണ് ശ്രീ രാധാകൃഷ്ണൻ. നമ്മുടെ സർവകലാശാലകൾ അത്തരത്തിലേക്ക് കക്ഷി രാഷ്ട്രീയ അല്ലെങ്കിൽ അത്തരം സംഘടിത രാഷ്ട്രീയ അധിപത്യത്തിൽ നിന്ന് മാറണം. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, ലോകത്തിൻ്റെ കീഴിലുള്ള ഏത് വിഷയത്തിലും സംവാദങ്ങൾ നടക്കുന്ന ഇടങ്ങളാണ് സർവകലാശാലകൾ. ആ സർവകലാശാലകൾ അത്തരം സംവാദങ്ങൾ നടക്കണം, വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷേ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു ഭാഗത്ത് ഗവർണർ നിയോഗിച്ച VC നിൽക്കുന്നു, മറുഭാഗത്ത് അവിടുത്തെ വിദ്യാർത്ഥി യൂണിയനും ആളുകളും ഒക്കെ നിൽക്കുന്നു. നിരന്തരം അനാവശ്യമായ സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയാണ്. എന്താണ് ഈ ഒരു ഏത് തരത്തിലെ മാറ്റമാണ് വേണ്ടത്? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴാണ് അടുത്ത ചില വർഷങ്ങളിലായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായി തീർന്നത്. ഗവർണർ BJP-കാരൻ, അതേസമയത്ത് തന്നെ
ഇവിടെയുള്ള രാഷ്ട്രീയക്കാര് അവരുടേതായിട്ടുള്ള PC-മാരെ നിയമിക്കണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ സംഘർഷം എപ്പോഴാണ് അവസാനിക്കുക? നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ടോ? അവരെപ്പോഴും ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങിയാൽ അവരുടെ പഠനം എങ്ങനെ നന്നായ രീതിയിൽ മുന്നോട്ട് പോകും? ഇതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ടതല്ലേ? എന്തുകൊണ്ട് ഒരുമിച്ചിരുന്നിട്ട് ഒരു ഡിസ്കഷൻ നടത്തിക്കൂടാ? കേരള സ്റ്റേറ്റും അതേ പ്രകാരം തന്നെ മറ്റു സംഘടനകളും ഗവർണറുമായിട്ട് അനുമതി വാങ്ങിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഒരു എമിക്കബിൾ സെറ്റിൽമെന്റിലെത്തണം. അല്ലാതെ ഗവർണറുടെ VC, സംസ്ഥാനത്തിന്റെ VC, അല്ലെങ്കിൽ ഓരോ പാർട്ടിയുടെ VC എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതുപോലെ തന്നെ പ്രക്ഷോഭം വളരെയേറെ മോശമായ രീതിയിലേക്കാണ് പോകുന്നത്. ശവമഞ്ചമൊക്കെ പണിയുക എന്നൊക്കെ പറഞ്ഞാല് അത് ഏറ്റവും ഹീനമായിരിക്കുന്ന രീതിയാണ്. ഈ രീതിയൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ഗോഡ്സ് ഓൺ കൺട്രിയിൽ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടതെന്നൊക്കെ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സർവകലാശാലകൾ നടക്കേണ്ട കാര്യങ്ങളല്ല നടക്കുന്നത്. സർവകലാശാലകൾ നിരന്തരമായി നിന്ന് VC-മാർ ഒരു ഭാഗത്ത് നിന്ന് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടവർ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നുള്ള വലിയ ആക്ഷേപം ഉയരുന്നുണ്ട്. മറുഭാഗത്തും അത്തരം വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരമുണ്ട് കിരൺ സാറോ. നമസ്കാരമുണ്ട്. മറുഭാഗത്തുള്ളവര് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. മറുഭാഗത്തുള്ളവര് അങ്ങനെ പറയരുത് ശ്രീ മുഹമ്മദ്. മറുഭാഗത്ത് കാലടി സർവകലാശാലയിൽ SFIക്കാർ അവിടെ അപര്യാപ്തതയ്ക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ കഴിഞ്ഞ 10 വർഷം ഈ സമരക്കാർ എവിടെ പോയിരുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരില്ലേ? അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും കൂടിയിട്ട് ഇപ്പൊ കാര്യമായിട്ടുള്ള പ്രശ്നം ഇവരെ കൊണ്ടല്ലത്. അത് ഞാൻ പറഞ്ഞല്ലോ, ആരുടെ കൊണ്ടാണ് വലിയ പ്രശ്നം? മറുഭാഗത്ത് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാണ്? തലപ്പത്തിരിക്കുന്നവരാണെന്ന് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. തലപ്പത്തിരിക്കണവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് വർഗീയവൽക്കരിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കണം. കാരണം വെച്ചാൽ ഇതിപ്പോ അദ്ദേഹം ഫാദർ സാമുവൽ പറഞ്ഞ മാതിരി ഇത് പഴയ കാലത്തുള്ളത് എന്തുമാതിരി നല്ല നിലക്കൊക്കെ ഇത് നടന്നു പോയിന്. ഇപ്പൊ എന്താ അവിടെ കാട്ടിക്കൂട്ടുന്നത്? ഇപ്പൊ വളരെ മോശമാണ്. അപ്പൊ അത് ഈ വിദ്യാർത്ഥികൾക്ക്, നമ്മളെ വിദ്യാർത്ഥികൾക്ക് അവര് പഠിച്ച അവസാന സമയത്ത് പരീക്ഷ എഴുതുമ്പോൾ വരെ ഇതിപ്പോ കാശ് കൊടുത്തേക്കാ കിട്ടുന്നത്. അവിടുന്ന് ഫോൺ ചെയ്ത് വിവരം അറിയിക്കുക, മറ്റേതാക്കുക, മറിച്ചതാക്കുക പറഞ്ഞാൽ ഇപ്പൊ വലിയ വലിയ സമരങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അത് എപ്പോഴോ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു നല്ല അന്തരീക്ഷം ഉണ്ടായിട്ട് നമ്മളെ ഭാവിയിൽ നമ്മളെ കുട്ടികളെല്ലാരും നല്ല വിദ്യാർത്ഥികളായിട്ടും നല്ലവരായിട്ടും വരുത്തട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സാറേ. ശരി, ഓക്കെ. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, ഇന്ന് ഏറ്റവും ഒടുവിൽ ഉണ്ടായത് കണ്ണൂർ സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയൻ ഒരു പരിപാടി നടത്തുന്നു. ഷീ ഫെസ്റ്റ്. SFIയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അവിടേക്ക് മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നു. സർവകലാശാല പ്രതികരിച്ചത് ഈ സർവകലാശാല യൂണിയൻ്റെ പരിപാടിക്ക് സെമിനാർ ഹാൾ വിട്ടുകൊടുക്കാൻ അനുമതിയില്ല, അതുകൊണ്ട് നിങ്ങളിവിടെ പരിപാടി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ ആ യൂണിയൻ ആ പരിപാടികൾ അവിടെ നടത്തുന്നു. ഇങ്ങനെയാണോ ഒരു സർവകലാശാലയൊക്കെ പ്രവർത്തിക്കേണ്ടത്? നമസ്കാരം. നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ ഈ രീതിയിൽ പോയ വിദ്യാഭ്യാസ രീതി എവിടെ എത്തുന്ന? കാരണം കുട്ടികളെ ഭാവി നിങ്ങൾക്ക് കാണില്ലേ, ഇപ്പോ ഡൽഹിയിൽ പരീക്ഷ സംബന്ധമായി അതുപോലുള്ള പ്രശ്നങ്ങൾ കേരളത്തിലും ആവർത്തിക്കുകയാണ്. കാരണം വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇവിടെ ഏതൊക്കെ മന്ത്രിമാരുണ്ട് ഇവിടെ, അവരൊന്നും ഇതിൽ ഇടപെടാത്തത് എന്തുകൊണ്ടാ? അവരെ കൂടെ പിന്തുണയുണ്ടോ ആണ് എന്റെ സംശയം. അതുകൊണ്ട് ഗവർണറെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുകയും മന്ത്രിമാർ ഇത്തരം കാര്യം നിയന്ത്രിക്കണം. വിദ്യാർത്ഥികളുടെ പരീക്ഷയും അവരുടെ വിദ്യാഭ്യാസം ഉന്നതിയിൽ എത്തിക്കണം. ഇനിയെങ്കിലും അവർ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, നമ്മുടെ സർവകലാശാലകളിൽ എന്തായാലും നടക്കുന്ന ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ ഒന്നും അത്ര മെച്ചപ്പെട്ട വിവാദങ്ങളായി കാണാൻ കഴിയുന്നില്ല. എന്താവും ഇതിന് ഒരു പരിഹാരം? എന്താ പിന്നെ കാലടിയൊക്കെ എന്താ കാണിച്ചത്? ആ ടീച്ചറുടെയൊക്കെ ശവമഞ്ചം എന്തൊക്കെ കാണിച്ചത്? അതുപോലെ പാലക്കാട് സരസ്വതി ഒരു ടീച്ചറിന്റെ ഈ SFIക്കാരാണ് പ്രശ്നം കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഗുണ്ടകളെ കൂട്ടമായി പെരുമാറുന്നത്. ഒരു ടീച്ചർമാരെ തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ എന്തു? ഞാൻ ഈ മഹാരാഷ്ട്രയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഞാനൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ആർഷം എന്ന് പറഞ്ഞാലൊക്കെ എന്തൊക്കെ അവിടെ കാണിച്ചു കൂട്ടണമല്ലോ. പെണ്ണുങ്ങളൊക്കെ പറ്റാത്തവന്മാർ പറഞ്ഞത്. വേറെ വിദ്യാർത്ഥി സംഘടന ഉണ്ട്, അവർ ഇത്രയും പ്രശ്നം നടക്കണില്ലല്ലോ.
ശ്രീ പ്രദീപ്, താങ്കളെ എനിക്കറിയില്ല താങ്കൾ കണ്ടത് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇപ്പോഴും അല്ല ഞാനതാ പറയുന്നത്, കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകൾ മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികൾ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന വിദ്യാർത്ഥി സംഘടന SFI ആണ്. ടീച്ചർമാരൊക്കെ തല്ലിയാന്ന് പറഞ്ഞാല് ടീച്ചറെ തല്ലിയോ തല്ലിയില്ലയോ എന്നൊന്നും എനിക്കറിയില്ല. തല്ലിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഉള്ളത്. അവിടുത്തെ പ്രിൻസിപ്പളിനെ അടച്ചുപൂട്ടിയിടാൻ കണ്ടിട്ടുണ്ട്. പ്രിൻസിപ്പലിനൊക്കെ അടച്ചുപൂട്ടിയിടും വിദ്യാർത്ഥികൾ, അതൊക്കെ സ്വാഭാവികമല്ലേ. വിദ്യാർത്ഥികൾ അടച്ചുപൂട്ടിയിടാൻ അതൊക്കെ വിദ്യാർത്ഥി സമരത്തിൽ ലേഡീസ് തന്നെ ഈ SFI ലേഡീസ് പിള്ളേര് തന്നെ പെൺപിള്ളേര് തീർപ്പറയാൻ കണ്ടിട്ടുണ്ട്. നമ്മള് പോലും കേട്ടിട്ടില്ല. ശ്രീ പ്രദീപ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഈ നിങ്ങൾ തന്നെ പറയുന്ന SFIയുടെ നേതാക്കള് അല്ലെങ്കിൽ വനിതാ നേതാക്കളടക്കം പെൺകുട്ടികളെ തെറി പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ വിജയിക്കാൻ കഴിയില്ലല്ലോ. കേരളത്തിലെ ക്യാമ്പസുകൾ മഹാഭൂരിപക്ഷവും വിദ്യാർത്ഥികൾ അവരെ തെരഞ്ഞെടുക്കുന്നത് അവർ കൊള്ളാവുന്ന ചെറുപ്പക്കാരായതുകൊണ്ടല്ലേ. ഞാൻ പറഞ്ഞ ചിന്താചാരം ആ ലേഡി പിടിച്ചു കൊണ്ടുവരുന്ന നമുക്ക് പറയാൻ കൊള്ളില്ല ഫോണിൽ. ശ്രീ പ്രദീപ്, ഞാൻ അതാണ് ആവർത്തിച്ച് താങ്കൾ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളാകെ മണ്ടന്മാരാണെന്ന് കരുതരുത്. ചില കുഴപ്പങ്ങളൊക്കെ SFIക്കാരുടെ ഉണ്ടാവും, ഞാൻ നിഷേധിക്കുന്നില്ല. പൂർണ്ണമായും കുഴപ്പം അതുകൊണ്ട് ആ SFIക്കാർ ആകെ മോശക്കാരാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെ പിന്തുണ അവർക്കാണ്, അവരാണ് ശരിയെന്ന് കൂടുതൽ വിദ്യാർത്ഥികൾ കരുതുന്നു. എന്തായാലും ചെറുപ്പക്കാർ മറ്റു താല്പര്യങ്ങൾ പെട്ടെന്നല്ലോ വോട്ട് ചെയ്യുന്നത്. ഇവർക്ക് മാത്രമേ സുഖമുള്ളൂ. ശരി ഗുണ്ടകൾ കാണുന്നില്ല. ശരി പ്രദീപിന്റെ അഭിപ്രായം അങ്ങനെ. എന്തായാലും കേരളത്തിലെ മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെ അഭിപ്രായം അങ്ങനെയല്ല എന്നാണ് നമുക്ക് മുന്നിലുള്ള വസ്തുതകൾ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, വീണ്ടും കണ്ടത് വളരെ സന്തോഷം. സാറേ, ഞാൻ പറയുന്ന പറഞ്ഞാല് എങ്ങനെയാന്ന് പറഞ്ഞാല് ചില സ്ഥലത്ത് ഈ നോ അഡ്മിഷൻ വിത്തൗട്ട് പെർമിഷൻ എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ധിക്കരിച്ച് കയറുമ്പോഴല്ല ഒന്ന് നമ്മൾ റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കും, ഒന്ന് കടന്നോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയല്ല ഒരു കാര്യമില്ല. ഇതെന്താ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഉള്ള സ്ഥാപനമല്ലേ. പിന്നെ ഈ ഉന്നത തലത്തിലിരിക്കുന്ന യൂണിവേഴ്സിറ്റിന്റെയോ അല്ലെങ്കിൽ ഏത് മേഖലയിലെ ഉന്നത തലത്തിലിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ ദയവ് ചെയ്ത് ഈ ഒഫീഷ്യൽ ടൈമിന് അല്ലെങ്കിൽ ആ സമയത്ത് ഒരു കാലത്തും അവർക്ക് രാഷ്ട്രീയം പാടില്ല. ഓർ വീട്ടിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഇൻഡിവിജ്വലായിട്ട് ആയിക്കോട്ടെ. പിന്നെ കുട്ടി, അതായത് ഞങ്ങളിപ്പോ ഏത് കാര്യത്തിനും ഒരു നന്മ വേണ്ടിയിട്ടല്ലേ നമ്മൾ നോക്കുക. അപ്പൊ ഇപ്പോഴത്തെ ഭരണം അത്ര കോടാനുകോടി ഇപ്പൊ ചെലവിട്ടിട്ട് ഇപ്പം ഭരണമാക്കി, അത് പോരാമല്ല. അത് ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ അത് ഭംഗിയാക്കി കൊണ്ടുവരിക. ഇനിയിപ്പം രണ്ടാമതൊരു ഭരണം മാറൂല. താങ്കളെപ്പോൾ തന്നെ അതീശം നല്ല മിടുമിടുക്കനായിട്ടുള്ള ഒരു അഡ്വക്കറ്റും നല്ലൊരു പ്രാപ്തിയിൽ ഒരാളാണ്. പിന്നെ യൂണിറ്റി സംഘമായിട്ട് അവർ ചെയ്യണ്ട. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ അത് എത്ര കോടാനുകോടി ഉറുപ്പിക നഷ്ടപ്പെടുക. ഫിനാൻഷ്യലായിട്ടും നമ്മളെ എനർജറ്റിക് പോവും, എല്ലാ തരത്തിലും നമ്മൾ മാനസികമായിട്ട് അങ്ങനെ. ശ്രീ രാജു ആണ് പുറത്തു നിന്നാണ്. ശ്രീ രാജു, കേരളത്തിൽ സർവകലാശാലകളിൽ ഈ തരത്തിലാണോ അതിനെ നേർവഴിക്ക് നയിക്കേണ്ട ചുമതലപ്പെട്ട ആളുകളാണ് സർവകലാശാല വൈസ് ചാൻസലർമാർ. പക്ഷേ വൈസ് ചാൻസലർമാർ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് മറുപക്ഷത്തെ പ്രകോപിപ്പിക്കുക, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുക, മനഃപൂർവ്വമായ നടപടികൾ സ്വീകരിക്കുക, അങ്ങനെ ഈ സർവകലാശാലകളെ സംഘർഷഭരിതമായ ഇടങ്ങളാക്കി മാറ്റേണ്ടവരാണോ ഈ VC-മാർ? ഹലോ, ഈ വിദ്യാർത്ഥികൾ എവിടെ പ്രകോപിതരാകുന്നത്? ഇവിടെ SFIക്കാരല്ലേ പ്രകോപിതരാകുന്നത്? SFIക്കാർ ഗുണ്ടകൾ പ്രകോപിതരാകണമെന്ന് വിദ്യാർത്ഥികൾ പറയണമെന്നില്ല. വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നമല്ല, വിദ്യാർത്ഥികൾക്ക് പഠിച്ചാൽ മതി. ഇവിടെ ഇവർ ISIന് റിക്രൂട്ട്മെന്റ് ചെയ്ത് വിട്ടവരാണ് ഈ രാജ്യത്ത് നശിപ്പിക്കാൻ വിദ്യാർത്ഥി ഈ സർവകലാശാലകളെ നശിപ്പിക്കാനായിട്ട് വന്ന പരിപാടി. ഞാനൊക്കെ SFIയിൽ തലവറമ്പ് DA കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന 85-86 കാലഘട്ടത്തിൽ ഇങ്ങനത്തെ പരിപാടി ഞാനൊക്കെ അതിന്റെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ട് നടന്നതാണ്. അപ്പൊ നമ്മളെ കയ്യിലൊന്നും പോകുന്നു. ഇതെന്ത് പരിപാടി നോക്കണം? ഇത് SFI ആണ്, ഗുണ്ടായിസം തന്നെ പരിപാടി. ശ്രീ രാജു, അതിൽ ഏറ്റവും ഒടുവിൽ ശ്രീ രാജു ഒരു സംശയം. ഏറ്റവും ഒടുവിൽ നടന്നത് കണ്ണൂർ സർവകലാശാലയിൽ അവിടെ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിലേക്ക് SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ ക്ഷണിക്കുന്നു. സർവകലാശാല ചെയ്തത് എന്താണ്? യൂണിയന്റെ പരിപാടിക്ക് വേണ്ടി സർവകലാശാലയുടെ സെമിനാർ ഹാൾ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഐഷി ഘോഷിന്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ അന്വേഷിച്ചു. എന്താ ഐഷി ഘോഷിന്റെ പശ്ചാത്തലത്തിന് എന്താണ് കുഴപ്പം? ഐഷി ഘോഷൊക്കെ എവിടുന്ന് ആര് പാർട്ടികളെ പട്ടം പോലെ നടക്കുന്ന ആൾക്കാരാണ്. അതെങ്ങനെയാണ് ശ്രീ രാജു അങ്ങനെ പറയുന്നത്? ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ഉശിരോടുകൂടി നയിച്ച ഒരു ചെറുപ്പക്കാരിയെ നോക്കിയിട്ട് അത് ആര് നയിക്കുന്ന പട്ടം എന്നൊക്കെയാണ് അവരുടെ പ്രസംഗമെങ്കിലും ഒരിക്കലും കേൾക്കണം ശ്രീ രാജു. അപ്പോൾ ആ വ്യക്തത താങ്കൾക്ക് മനസ്സിലാവും. SFIക്ക് ഭരണം കിട്ടിയെന്ന് പറയാം. SFI മറ്റുള്ള പ്രസ്ഥാനങ്ങളെ വിദ്യാർത്ഥി സംഘടന അടിച്ചമർത്തി ഒതുക്കിയിട്ട് ഇവർക്ക് പറ്റുന്ന ആൾക്കാരെ മാത്രം പേടിച്ചിട്ട് പറയാൻ പിള്ളേരും വോട്ട് ഇവർക്ക് ചെയ്യും.
ഗുണ്ടായുസം കൊണ്ട് നേടുന്ന ഭരണത്തിനെയാണോ ഈ പിന്നെ ജനാധിപത്യം ശ്രീ രാജു, താങ്കൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. കേരളത്തിലെ ക്യാമ്പസുകൾ ഗുണ്ടായുസം കൊണ്ട് SFIക്ക് എന്നല്ല ഒരു സംഘടനയ്ക്കും അവിടെ മത്സരിച്ച് ജയിക്കാനൊന്നും കഴിയില്ല. ഗുണ്ടായുസമൊക്കെ പലരും കാണിച്ചു കാണും, അതൊക്കെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മത്സരിച്ച് ജയിക്കണമെങ്കിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്ക് തോന്നണം ഇവർ കൊള്ളാമെന്ന്. ഗുണ്ടായുസം അല്ല നടക്കുന്നത്, ഇവര് ഗുണ്ടായുസവും പരിപാടിയല്ല നടക്കുന്നത്. പ്രിൻസിപ്പൽമാർക്ക് ശവമഞ്ചം ഉണ്ടാക്കുന്നത്, മറ്റേ സംസ്കാര ചടങ്ങ് നടത്തുന്നത്. ഇവര് വിദ്യാർത്ഥി സംഘടനയാണോ ശരിക്കും? അവർ വിദ്യാർത്ഥി സംഘടനയല്ല പിന്നെ ആരാണ് ശ്രീ രാജു? അവർ ഇവര് വിദ്യാർത്ഥിയുടെ പേര് കോളേജുകളിൽ കയറി കൂടിയാണ് തീവ്രവാദികളാണ് ഞാൻ പറയും. അത് താങ്കളുടെ അഭിപ്രായം, അങ്ങനെ താങ്കൾക്ക് അങ്ങനെ അഭിപ്രായം പറയാനുള്ള ഇത് വേണ്ട. പക്ഷെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ശ്രീ രാജു, കേരളത്തിലെ ഒരു ചെറിയ ഒരു ജനഹിതം പരിശോധിക്കും വിദ്യാർത്ഥികളുടെ ഇടയിൽ. ശ്രീ രാജു, അത് തന്നെ പറയുന്നത്, ഒന്ന് കേൾക്കൂ. കേരളത്തിലെ ജനഹിതം തന്നെ പരിശോധിക്കുന്നുണ്ട് എല്ലാ വർഷവും. കേരളത്തിലെ വിദ്യാർത്ഥികൾ തലയ്ക്ക് വെളിവുള്ള വിദ്യാർത്ഥികളാണ്. ആ രാജു ഒന്ന് കേൾക്കൂ, രാജു ഒന്ന് കേൾക്കൂ, രാജു ഒന്ന് കേൾക്കൂ, താങ്കൾ അങ്ങോട്ട് പറയുന്നത് കൂടെ ഒന്ന് കേൾക്കൂ. ശ്രീ രാജു ഒന്ന് കേൾക്കൂ, കേട്ടിട്ട് പറയൂ മറുപടി. ഞാനതാ പറഞ്ഞത്, കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഇലക്ഷൻ നടക്കുന്നുണ്ട് എല്ലാ വർഷവും. കേരളത്തിലെ മഹാഭൂരിപക്ഷം ക്യാമ്പസുകളിൽ ഇപ്പോഴും വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കുന്ന സംഘടന SFI ആണ്. അതുകൊണ്ട് SFI ഞാൻ പറയുന്നത് കേട്ടോ, അതുകൊണ്ട് SFI മഹത്തായ സംഘടനയാണ്, SFIക്ക് ഒരു കുഴപ്പമില്ലെന്നല്ല. പക്ഷെ താങ്കൾ കരുതുന്നത് പോലെ ഗുണ്ടകളുടെ സംഘടനയാണെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ അവരെ എടുത്ത് പുറത്തു കളയും. വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്തൊന്നും പറയരുത്. പിന്നെ ആരാ തെരഞ്ഞെടുക്കുന്നത്? നമ്മൾ പണ്ട് ബംഗാളിലെ കണ്ടിട്ടില്ലേ ഈ മറ്റേ വോട്ട് കുത്തി വിടുന്ന ഗുണ്ടകളെ കണ്ടിട്ടില്ലേ? ആര്? രാജു കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ കാണിയല്ല, കാരണം കേരളത്തിലെ മാധ്യമങ്ങളും പത്രങ്ങളും ഇത് കാണിയല്ല. കേരളത്തിലെ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും മാത്രമേ ഉള്ളൂ, ദൃശ്യമാധ്യമങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു. ശരി രാജു, കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കൊക്കെ അവിടെ ഗുണ്ടായുസം കാണിക്കാൻ ചെന്നാൽ എന്ത് ചെയ്യണമെന്ന് നന്നായി അറിയാവുന്ന ഇവിടുത്തെ കേരള സർവകലാശാല പൊതു വിദ്യാഭ്യാസ രംഗം ശരിയാകാൻ പോലെയാണ്. കാരണം ഈ സംഘടന ഉള്ളിടത്തോളം കാലം, ഈ സംഘടന ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു കാലത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന പല അവകാശങ്ങളും നേടിയെടുത്തത്. ഈ സംഘടനയ്ക്ക് അതിൽ നിർണായകമായ പങ്കുണ്ട്. 80-കൾ 90-കൾ ശരിയാ, ഇപ്പൊ ഇങ്ങനെ പോന്നിട്ട് ഇത് SFI ആണോ? ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ രാജു, ശ്രീ രാധാകൃഷ്ണ പണിക്കരാണ്. ശ്രീ രാധാകൃഷ്ണ പണിക്കർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട് സാറേ, ഈ യൂണിവേഴ്സിറ്റി ഉണ്ടായ കാലം മുതൽ വൈസ് ചാൻസലർമാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ വിദ്യാർത്ഥി യൂണിയനുകളും ഉണ്ടായിരുന്നു. ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഇത്രയും കുത്തഴിഞ്ഞ ഒരു രീതി ആയത് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളം ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു കുത്തഴിഞ്ഞ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇതിനു മുൻപുണ്ടായിരുന്ന വൈസ് ചാൻസലർമാർക്ക് എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുള്ളവരായിരിക്കണം, അല്ലാതെ വരത്തില്ല. എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാകും. അവരൊക്കെ നഗ്നമായി രാഷ്ട്രീയം പ്രദർശിപ്പിക്കുന്ന സ്വഭാവം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ കണ്ടുവരുന്നത് വൈസ് ചാൻസലർമാരും രാഷ്ട്രീയം അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കും. അതിനെതിരെ വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറഞ്ഞാൽ അതിരുവിട്ട രീതിക്കാണ് അവരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വൈസ് ചാൻസലറുടെ പ്രതീകാത്മക ശവമഞ്ചം ഉണ്ടാക്കുന്നു, സംസ്കരിക്കുന്നു. വിദ്യാർത്ഥി യൂണിയന്റെ നേതാക്കൾക്ക് അവിടെ കടന്നു ചേരാനുള്ള അവസരം ഉണ്ടാക്കാതെ വന്നിരിക്കുന്നു. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ നിലവാരം തകർന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണൻ പണിക്കർ. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സർവകലാശാലകൾ യഥാർത്ഥത്തിൽ അവിടെ നടക്കേണ്ടത്, അവിടെ അക്കാദമിക പ്രവർത്തനങ്ങൾ, സംവാദങ്ങൾ, രാഷ്ട്രീയം, അതെല്ലാം വേണ്ടതാണ് സർവകലാശാലകളിൽ. പക്ഷേ നമ്മുടെ സർവകലാശാലകളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടക്കുന്നത് അത്തരം സർഗാത്മകമായ പ്രവർത്തനങ്ങളാണോ അതോ അനാവശ്യമായ വിവാദങ്ങളാണോ? നമസ്കാരം സാർ. നമസ്കാരം. അല്ല, ഇപ്പൊ ഇതിലിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മള് വിദ്യാഭ്യാസ സ്ഥാനത്തിരിക്കുന്ന സിഫ തോമസ് ആയിക്കോട്ടെ, അതേപോലെ മോഹനൻ കുന്നുമ്മലായിക്കോട്ടെ, ഇവരൊക്കെ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ആദ്യം നോക്കണം. ഞാനിപ്പോ SFIനെയോ KSUവിനോ മറ്റ് സംഘടനകളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നാക്കി പറയാനോ അല്ല. വിദ്യാർത്ഥികളെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നും വിദ്യാർത്ഥികളെ എങ്ങനെ മുന്നോട്ട് പോകണം രണ്ടു പക്ഷം നോക്കേണ്ടതാണ്. ഇവിടെ കുറവുകൾ ഒരു ഭാഗത്തുണ്ട്, മറ്റേ ഭാഗത്ത് അതിലേറെ കുറവുകളുണ്ട്. ഇപ്പൊ മോഹൻ കുന്നുമ്മ പറഞ്ഞു കേട്ടില്ലേ, ഭൂമി എന്ന് പറഞ്ഞാൽ അമ്മേനെ തിരിച്ചറിയാൻ പറ്റുന്നവർക്ക് അറിയുള്ളൂ എന്ന് പറയുമ്പോൾ അയാളുടെ ഇത് കേട്ട് പഠിക്കും. ഇപ്പോ SFI തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പോകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോ കുട്ടികളെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല.
ഇതിൽ പറയുന്ന അതാത് സ്ഥാനത്ത് നിൽക്കുന്ന അധ്യാപകന്മാരായിക്കോട്ടെ, നേതൃത്വം വഹിക്കുന്ന ആരും ആയിക്കോട്ടെ, നല്ല രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മളോട് പ്രതികരിച്ചത്. ശ്രീ വിജയനാണ് കൊല്ലത്ത്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സർവകലാശാലകളിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് വീശിമാറി നിന്നുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ വിവാദങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളോ എങ്ങനെയാണ് ഈ സർവകലാശാലകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണപ്പെടുന്നതാണ്? നമസ്തേ സാറേ. നമസ്കാരം. നമസ്തേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ വന്നു ചേരുന്നത് SFIക്കാർക്ക് തന്നെ. ഇടതുപക്ഷ ചിന്താഗതിക്കാരായ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന ഇരിക്കുമ്പോഴൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്ത് പോലും കൊല്ലം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ സാറിപ്പം പറഞ്ഞായിരുന്നല്ലേ, ഇലക്ഷനിൽ കൂടെ അല്ലേ ജയിക്കുന്നതെന്ന്. അവിടെ ഇലക്ഷൻ ഒന്നും ഇല്ലായിരുന്നു സാറേ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇലക്ഷൻ ഇല്ല അവിടെ SFIക്കാരങ്ങ് ജയിക്കുമായിരുന്നു. സാറിന് തർക്കം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ശ്രീ വിജയൻ, എനിക്കറിയില്ല താങ്കൾ പഠിച്ചത് ഏത് കാലത്താണെന്നോ എവിടെയാണെന്നോ അവിടെ എങ്ങനെയാണ് നടന്നതെന്നോ എനിക്കറിയില്ല. കേരളത്തിലെ പൊതു അവസ്ഥ എന്തായാലും താങ്കൾ പറയുന്ന പോലെ അല്ല എന്നത് എനിക്കറിയുകയും ചെയ്യാം. അല്ല, നിങ്ങളുടെ ചാനലില് ഒരു അവതാരകയുണ്ട്. ഇതിനകത്ത് ആരോ ചോദിച്ചപ്പം ഫാത്തിമ കോളേജിലോ കൊല്ലം SM കോളേജിലോ SFIയുടെ കാര്യം പറഞ്ഞോണ്ടേ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ചാനലിൽ തന്നെ വളരെ ഹാപ്പി ആയിട്ട്, അതൊക്കെ എനിക്കറിയാം, വലിയ ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത് നിങ്ങളുടെ ചാനലില് ഒരവതാരക. ഞാൻ ചുമ്മാതും പറയുന്നില്ല, ഇതെല്ലാം SM കോളേജിൽ പോയിട്ടുണ്ട്, ഞാൻ ഫാത്തിമ കോളേജിൽ പോയിട്ടുണ്ട്, പല ഇലക്ഷന്റെ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. താങ്കൾ എവിടെയാണ് പഠിച്ചത്? SM കോളേജിലാണോ ഫാത്തിമ കോളേജിലാണോ? ഞാൻ കോളേജല്ല, ഞാൻ ടെക്നിക്കലായിട്ട് പഠിക്കാൻ പോയതാണ് 10th കഴിഞ്ഞിട്ട്. കൊല്ലം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. പക്ഷേ ഇവിടെ അല്ല, SN പാരൽ കോളേജ്. താങ്കൾ എങ്ങനെയാണ് താങ്കൾക്ക് ഈ SN കോളേജിലും ഫാത്തിമ കോളേജിലും ഒക്കെ നടന്ന ഇത്തരം കാര്യങ്ങൾ, അവിടെ ഇലക്ഷൻ നടന്നിട്ടില്ല എന്നൊക്കെ അറിയുന്നത്? ഏത് കാലത്തെ കാര്യമാണ് താങ്കൾ പറയുന്നത്? കൊല്ലം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ ഞാൻ പഠിച്ചതാ. അല്ല, അത് അവിടെ നിൽക്കട്ടെ, അതെനിക്കറിയില്ല. ഞാൻ ചോദിച്ചത് ഈ ഫാത്തിമ കോളേജിലും SM കോളേജിലൊക്കെ ഏത് കാലത്തെ കാര്യമാണ് പറയുന്നത്? ഇത് 75-76 75-76. ശരി, ഓക്കെ. എനിക്കറിയില്ല അന്ന് എന്താണ് നടന്നതെന്നൊന്നും. എന്തായാലും അടിയന്തരാവസ്ഥ കാലമൊക്കെ അല്ലേ, അപ്പോൾ അന്ന് എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ അഭിപ്രായം പറയാനും ആളല്ല. താങ്കളുടെ അഭിപ്രായം അത്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, കേരളത്തിലെ ഒരു ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥി യൂണിയൻ ഒരു പരിപാടി നടത്താൻ തീരുമാനിക്കുക. ആ പരിപാടി നടത്താൻ അവർ SFIയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. അവർ പരിപാടിയെല്ലാം തീരുമാനിക്കുമ്പോൾ അവിടെ സർവകലാശാല പറയുന്നു ഞങ്ങളുടെ സെമിനാർ ഹാളിൽ വെച്ച് പരിപാടി നടത്താൻ കഴിയില്ലെന്ന്. സർവകലാശാല യൂണിയൻ പരിപാടി നടത്തുമ്പോൾ അതിനെ പ്രോത്സാഹനം കൊടുക്കേണ്ട, അതിന് മറ്റെല്ലാ പിന്തുണയും നൽകേണ്ട സർവകലാശാല തന്നെ വിദ്യാർത്ഥി യൂണിയനോട് ഒരു ശത്രുക്കളെ പോലെ പെരുമാറുന്നത് ഇത് ശരിയാണോ? സാർ നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ രക്ഷിതാക്കൾ എത്ര പ്രതീക്ഷയോടെ ആ ഒരു കുട്ടിയെ വിദ്യാഭ്യാസത്തിന് അയക്കുന്നത്. അപ്പോ രക്ഷിതാക്കൾ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, ഇമാതിരി കലാപം ഉണ്ടാക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം, അത് ഏത് പ്രസ്ഥാനമായാലും അതിലൊന്നും നിങ്ങൾ അംഗങ്ങളാകരുത്. കാരണം ദയവായി ഈ സമരവും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാ, അത് ഇരുഭാഗത്തും തെറ്റുണ്ടാവാം, ഒരുപക്ഷെ ശരിയുണ്ടാവാം. പക്ഷെങ്കിൽ ഇവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ തന്നെ ബോധവൽക്കരിക്കുക. നിങ്ങൾ കോളേജിൽ പോകുന്നത് വിദ്യാഭ്യാസം ചെയ്യാനാണ്, അല്ലാതെ SFIയോ ABVPയോ ആഹ്വാനം ചെയ്ത ഒരു സമരത്തിൽ പങ്കെടുത്ത് കലാപം ഉണ്ടാക്കണം വേണ്ടിയിട്ടല്ല എന്നുള്ള ബോധവൽക്കരണം നടത്തിയാൽ മാത്രമേ ഒരു പരിധിവരെ. അങ്ങനെ വിദ്യാലയത്തിൽ പോകുന്നത്, കലാലയത്തിൽ പോകുന്നത്, വിദ്യാഭ്യാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ഈ സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതല്ല. അവർക്ക് SFIക്കോ KSUO അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയിൽ അംഗമാകാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. അവർ അങ്ങനെയൊക്കെ ചെയ്യുകയും വേണം. അങ്ങനെ ഈ സമൂഹത്തിൻ്റെ രാഷ്ട്രീയം കൂടി തിരിച്ചറിഞ്ഞ് വേണം അവർ പഠിക്കേണ്ടത്. അല്ലാതെ അവിടെ പോയി കണ്ണടച്ചിരുന്ന് പഠിച്ച് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവാൻ വേണ്ടിയും അല്ല വിദ്യാർത്ഥികളെ കോളേജിലേക്ക് വിടേണ്ടത്. അല്ല, അവർക്ക് വിദ്യാഭ്യാസം രാഷ്ട്രീയമുള്ള രാജ്യത്ത് അവർ ജനിച്ചതെങ്കിൽ അവർ മനസ്സിലാക്കും. അതിനുവിടുത്തെ വിദ്യാർത്ഥി സംഘടനയെ പ്രസ്താവിച്ച് അഭിമന്യുവിനെ പോലത്തെ പാവങ്ങളെ ഹൃദയത്തിൽ കുത്തി കത്തിയേറ്റുന്ന സമരത്തിന് പോയിട്ടല്ല. സംസ്കാരവും കാര്യങ്ങളും രാജ്യത്തെ രാഷ്ട്രീയം വിദ്യാർത്ഥികൾ താനെ പഠിക്കും അവർ വിദ്യാഭ്യാസമുള്ളവരാകുമ്പോൾ. അല്ലാതെ കലാലയത്തിൽ പോയിട്ട് പാവപ്പെട്ട അഭിമന്യുവിനെ കുത്തിമലർത്തി. ശ്രീ ബാലകൃഷ്ണൻ, ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ പേരിൽ എവിടെയെങ്കിലും അക്രമം ഉണ്ടായി എന്ന് കരുതി അല്ലെങ്കിൽ അതിനെല്ലാം നമ്മൾ അവലംബിക്കണം, അതിനെല്ലാം മാറ്റണം, അത് നന്നാക്കണം, അതൊക്കെ ശരി. പക്ഷെ നിങ്ങൾക്ക് രാഷ്ട്രീയമേ വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മുഴുവൻ ചെയ്യുന്നത് അക്രമം കാണിക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പിന്തുണയുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്.
താങ്കൾ എത്ര കണ്ണടിച്ച് ഇരുട്ടി ആക്കിയാലും കേരള സമൂഹത്തിന് അറിയാം ഏത് വിദ്യാർത്ഥി സംഘടനയാണ് കേരളത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ അതിലൊന്നും താങ്കൾ കണ്ണടച്ചിരുട്ടാക്കാനും ശ്രമിക്കണ്ട. ഞാൻ രാഷ്ട്രീയമല്ലേ പറഞ്ഞത്. കാരണം അഭിമന്യുവിനെ പോലത്തെ എത്ര ചെറുപ്പക്കാർ നെഞ്ചിൽ കടാരേറി എന്തിനു വേണ്ടി ആ രക്ഷിതാക്കൾ സങ്കടം ആരൊപ്പു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അഭിമന്യുവിനെ പോലെയുള്ള ആളുകളുടെ നെഞ്ചിലേക്ക് കടാര ഇറക്കുന്ന വർഗീയതയുടെ, അത് ഭൂരിപക്ഷ വർഗീയതയുടേതായാലും ന്യൂനപക്ഷ വർഗീയതയുടേതായാലും അത്തരം ശക്തികളെ ക്യാമ്പസുകളിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടത് തന്നെയാണ്. നിലപാടെടുത്തോ? അതേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പാർട്ടി ആയിരുന്നല്ലോ 10 വർഷം അതിനുശേഷം ഭരിച്ചത്. 2018 അത് 6 വർഷവും 8 വർഷവും നടപടിയെടുത്തോ? അപ്പൊ അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടന കലാപം ഉണ്ടാക്കാനല്ല വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ പോകുന്നത്. അവരുടെ രക്ഷിതാക്കളുടെ ഇംഗിതത്തിന് പഠിച്ച് വിദ്യാഭ്യാസം നേടി രാഷ്ട്രത്തതാണെങ്കിൽ അത് വിദ്യാഭ്യാസത്തോടുകൂടി അവർ പഠിച്ചോളും. അതിനൊരു അങ്ങനെയാണ്. ശ്രീ ആലുവയിൽ നിന്നും ആചാര്യ ദിവാകരൻ വൈദ്യരാണ് വിളിക്കുന്നത്. ശ്രീ ദിവാകരൻ വൈദ്യർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ സർവകലാശാലകളിൽ അതിനെ നേർവഴിക്ക് നയിക്കേണ്ട, അല്ലെങ്കിൽ അതിനെ ഐക്യത്തോടു കൂടി കൊണ്ടുപോകേണ്ട എല്ലാം ഉത്തരവാദിത്തമുള്ള ഒരാളാണ് വൈസ് ചാൻസലർമാർ. ഇവിടെ കഴിഞ്ഞ കുറച്ചു കാലമായി വൈസ് ചാൻസലർമാർ തന്നെയാണ് ഒരു ഭാഗത്ത് നിന്ന് നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതെ, പറഞ്ഞോളൂ. നേരത്തെ പറഞ്ഞില്ലേ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞില്ലേ, അതെ, അഭിപ്രായമാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഒരു വിദ്യാർത്ഥി പഠിക്കാൻ പോകുന്നത്, അത് കോളേജിലായിക്കോട്ടെ, അത് ഏത് തരത്തിലുള്ള പഠിത്തം ആണെങ്കിലും ഒരു ഗുരുവിനെ അനുസരിച്ച് പഠിക്കണമെന്നും സഹപാഠികളെ കൊല ചെയ്യാനല്ല, സഹപാഠികളെ സംരക്ഷിച്ച് പോകേണ്ടതാണെന്നുള്ള ബോധം ഈ ആ സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതിൽ ആ സംഘടനക്കാരും ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. മാതാപിതാക്കള് പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങള് ആ സംഘടനക്കാർ പറഞ്ഞാൽ ഒരുപക്ഷെ അനുസരിച്ചേക്കും. ഇത് വാളെടുത്ത് കൊടുക്കുകയും കടാരെടുത്ത് കൊടുത്ത് പഠിക്കാൻ തന്നെ ആ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകനുണ്ടായുള്ളൂ. ആ മകനെ തല്ലിക്കൊന്ന് കളഞ്ഞിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാര് രംഗത്ത് വന്നോ? എല്ലാവരും ആ സത്യം മൂടി വെക്കാണ് ചെയ്യാൻ പറ്റിയത്. പിന്നെ പോലീസും നിസാര ആൾക്കാരും രംഗത്ത് വന്നപ്പോഴാണ് ഒരു അന്വേഷണം വന്നത്. അപ്പൊ ദിവാകരൻ വൈദ്യർ, അങ്ങനെയല്ല, അഭിമന്യു ഉൾപ്പെട്ട സംഘടന SFI അടക്കം ആ വിഷയത്തിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തുകയും പൊതുസമൂഹമടക്കം ആ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ. അല്ലാതെ പോലീസ് സ്വമേധയാ ഇതെല്ലാം അങ്ങ് ചെയ്തു എന്നൊന്നുമല്ല. അത്തരം പ്രതിഷേധങ്ങളൊക്കെ അഭിമന്യുവിൻ്റെ കൊലപാതകത്തിനെതിരെ വലിയ സമൂഹ മനസാക്ഷിയൊക്കെ ഉണർന്നതാണ്. ഡെന്റൽ കോളേജിൽ ആ പയ്യനെ കൊന്നിട്ട് എന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ല. എല്ലാവരും നിസാര ആൾക്കാര് അതിനെതിരായിട്ട് പറഞ്ഞു. ഇവിടുത്തെ ഭരിക്കണ സർക്കാരുകൾ ഉൾപ്പെടെ അതിനെ പ്രോത്സാഹിപ്പിച്ച് അവരെയൊക്കെ രക്ഷിക്കാൻ, അതിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ തുനിഞ്ഞത്. അതൊക്കെ ഒന്നും ഒരു മനുഷ്യത്വമല്ല, മനുഷ്യത്വഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പൊ നടക്കുന്നത്. എന്നിട്ട് അതിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് അതിൽ പഠിക്കാൻ പോണത്, ഇപ്പൊ താങ്കൾ പറഞ്ഞത് തന്നെ ശരിയല്ല. കാരണം പഠിക്കാൻ പോണത് രാഷ്ട്രീയം വളർത്താനല്ല, പഠിക്കണം. ഒരുവൻ പഠിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണമെന്ന് അവന് ബോധമുണ്ടാവും. രാഷ്ട്രീയത്തിൽ പോയിക്കോട്ടെ, നീ പഠിക്കുമ്പോഴും രാഷ്ട്രീയം പ്രവർത്തിച്ചോട്ടെ, പക്ഷെ കൊലപാതകത്തിനല്ല. ആ അച്ഛനും അമ്മമാരുടെയൊക്കെ പ്രാണവേദന, അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ മനസ്സ് മനസ്സിലാക്കാൻ പറ്റി ഒരു മക്കളുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അത് കണ്ടില്ല എന്ന് നടിച്ച് വെറുതെ മൃഗങ്ങളെ കൊല്ലണയിൽ അത്രയും പോലും ഒരു ദയവില്ലാത്ത തരത്തിലുള്ളൊരവസ്ഥ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ചാനലുകളും ഒക്കെ പറയേണ്ടതാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ റജിയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ റജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ സർവകലാശാലകൾ ഇമ്മട്ടിൽ പോകുന്നത് ശരിയാണോ? എനിക്ക് ഈ സർവകലാശാലകളെ ഈ സമരാഭാസത്തിന്റെ മേഖലയാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ സർവകലാശാലകളിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് രാഷ്ട്രീയമാകാം. രാഷ്ട്രീയം ഇല്ലാത്തടത്ത് പല വർഗീയ ചൂതാട്ടങ്ങളും നടത്തി പല കക്ഷികളും തലപൊക്കുന്നുണ്ട്. അത് വരാൻ പാടില്ല.
രാഷ്ട്രീയം നല്ല രീതിക്ക് ഉപയോഗിക്കുക, നല്ല മേഖലയ്ക്ക് വേണ്ടി തിരിച്ചുവിടുക. ഇതിപ്പോ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലം തൊട്ട് ഈ SFIക്കാരെന്ന് പറയുന്ന സമരാഭാസങ്ങളല്ലാതെ എന്താ കേരളത്തിന് എന്ത് നേടി? ഒരു ചാൻസലർ, ഒരു ഗവർണർ പോയി അടുത്ത ആള് ചാൻസലറായി വന്നു. ഈ സമരം കൊണ്ട് ഇവരൊന്നും രക്ഷപ്പെട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവരുടെ ഈ സമരങ്ങളെല്ലാം കണ്ട് ജനമാണ് എതിർത്ത് കൂട്ടിയത്. അതുകൊണ്ട് സർവകലാശാലകളിൽ രാഷ്ട്രീയം വേണം, രാഷ്ട്രീയത്തിലൂടെ വളർന്നു വരുന്ന നേതാക്കളെ നമുക്ക് രാജ്യത്തിന് വേണം, ഇതൊക്കെ സത്യം. പക്ഷെ സമരാഭാസങ്ങൾ പാടില്ല. അതുപോലെ ഒരു സർവകലാശാലയിൽ പരിപാടി അവതരിപ്പിക്കാൻ ആ സംഘടന ആവശ്യപ്പെട്ടല്ല, സർവകലാശാലയിൽ നിക്ഷിപ്തമായ അധികാരം വേണോ വേണ്ടയോ എന്ന് അവർക്കുള്ളതാണ്. പക്ഷെ അത് രാഷ്ട്രീയപരമായി എതിർത്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള പവർ സർവകലാശാലയ്ക്കും ഇല്ല. ഞാൻ കൂടുതൽ വിവാദത്തിലേക്ക് പോയി. ഞാൻ ഇത്ര കൊണ്ട് നിർത്തുക. കിരൺ, നിങ്ങൾ എടുത്ത വിഷയം സ്റ്റഡി ചെയ്തൊരു വിഷയമാണ്, ഓഫീസിൽ നിൽക്കുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരേ സമയം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും സർവകലാശാലകളിൽ VC-മാർ പുലർത്തേണ്ട ജാഗ്രതകളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. പൊതുസമൂഹത്തിൽ പലർക്കും മാത്രം അഭിപ്രായങ്ങളുണ്ട്. ഒരു ഭാഗത്ത് മാത്രമാണ് എല്ലാ വീഴ്ചകളും എന്നുള്ളതല്ല. പലപ്പോഴും ഇരുഭാഗത്തും വീഴ്ചകൾ കാണും. പക്ഷേ വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നതും കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകുന്നവർക്കെതിരെ കൂടുതൽ വിമർശനങ്ങളും ഒക്കെ സ്വാഭാവികമായി വരും. ശ്രീ ബിജി എബ്രഹാമാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ ബിജി എബ്രഹാം, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ പഠിച്ച് ഇന്ന് ഞാൻ അധ്യാപകനായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു മോശപ്പെട്ട പ്രവർത്തനമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അത് ഞാൻ 20 വർഷത്തിലേറെയായിട്ട് അധ്യാപക മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഒരു മോശപ്പെട്ട ഒരു സംഗതിയല്ല. രാഷ്ട്രീയത്തിൽ കൂടെയാണ് രാഷ്ട്രീയത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും സംസാരിക്കാനും ആത്മവിശ്വാസമൊക്കെ പകർന്നു തന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ മുൻപ് സംസാരിച്ചിരിക്കുന്ന ആളുകളും പറഞ്ഞിരിക്കുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. ഡെന്റൽ കോളേജിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അവിടെ ഉണ്ടായിരിക്കുന്ന ജാതീയമായ ആക്ഷേപങ്ങളും പീഡനങ്ങളും സഹിക്കാൻ വയ്യാതെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത വിഷയം വേറെ. അതിനു മുൻപ് സംസാരിച്ചിരിക്കുന്ന ആള് അഭിമന്യുമായി ബന്ധപ്പെട്ട പ്രശ്നം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ആ പയ്യൻ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, ആ കൊല്ലപ്പെട്ട പ്രതികളുടെ എല്ലാം വിചാരണ ഈ ദിവസങ്ങൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. മാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചില ആളുകൾ ഇത്തരം കമന്റുകളൊക്കെ അങ്ങ് പറയാണ്, ഒരു നടപടിയും ഉണ്ടായില്ല, അവർ ആ പ്രതികളെയൊക്കെ പിടിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ളത് ശുദ്ധ ബോഷ്കാണ് ഈ പറയുന്നത്. അപ്പൊ ഭരണകൂടങ്ങൾ ഇടപെടുന്നുണ്ട്, പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതൊക്കെ മാധ്യമങ്ങളിൽ കൂടെ തന്നെ നമ്മൾ വാർത്തയിൽ കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു മോശപ്പെട്ട പ്രവണത അല്ല എന്ന് തന്നെയാണ് വ്യക്തമായ എന്റെ അഭിപ്രായം. മറ്റൊന്ന്, ഈ സർവകലാശാലകളിൽ ഈ ഗവർണർമാർക്ക് യഥാർത്ഥത്തിൽ ചരിത്രപരമായി കാണിച്ച ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറാണ് അവരെ പിടിച്ച് ചാൻസലർ ആക്കിയത്. ഇന്ന് ഈ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് പടുവൃദ്ധന്മാരായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചിട്ടുള്ള കുറെ വൃദ്ധന്മാരെ കേരളത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ ഗവർണർമാരായിട്ട് കൊണ്ടുവരുന്നത് തന്നെ ഒരു തെറ്റായ പ്രവണതയാണ്. അവരിവിടെ വന്നിട്ട് ഇപ്പൊ കേരളത്തിൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും ഇപ്പോൾ ഉള്ള ആർലേക്കർ ആണെങ്കിലും ഇവർ ചെയ്യുന്നത് എന്താ, RSSുമായി ബന്ധപ്പെട്ട ആളുകളെ സർവകലാശാലയിൽ വൈസ് ചാൻസലറുമായിട്ട് സർവകലാശാല സിൻഡിക്കേറ്റിലും കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ തുടങ്ങിയ രജിസ്ട്രാർ സിൻഡിക്കേറ്റില് സെനറ്റില് എല്ലാം ഇവര് നോമിനേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ തന്നെ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയാലും കേരള സർവകലാശാലയിലായാലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലായാലും ഒക്കെ ഈ നോമിനേറ്റഡ് വൈസ് ചാൻസലർമാരാണ്. ഈ ഗവർണർമാര് അവരുടെ രാഷ്ട്രീയമാണ് ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സെനറ്റിലൊക്കെ ആണെങ്കിൽ ഈ സംഘപരിവാറുമായി ബന്ധമുള്ള ആളുകളെ കുത്തിനിറക്കുകയാണ്. അപ്പം ഈ വൈസ് ചാൻസലർ എന്ന് പറയുന്ന ഗവർണർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. കേരളത്തിന്റെ ഒരു മതേതരമായ ഒരു ചിന്താഗതിക്കോ അത്തരം ഒരു സാമൂഹ്യ ഒരു ഫാബ്രിക് കേരളത്തിലുണ്ട്. അതിനെ ലംഘിക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് കാലങ്ങളായിട്ട് ഈ വൈസ് ചാൻസലർമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ നോമിനേറ്റഡ് ആയിട്ടുള്ള വൈസ് ചാൻസലേഴ്സും രജിസ്ട്രാർമാരും കാണിക്കുന്നതാണെങ്കിലും ഇപ്പം ഈ ആർലേക്കർ അടക്കമുള്ള ഗവർണർമാർ ചെയ്യുന്നത്. ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നിപ്പോ ഡൽഹിയിൽ കുട്ടികൾ അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുക. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായി മാറി. കഴിഞ്ഞ മാസങ്ങളിൽ നടന്നിരിക്കുന്ന നെറ്റ് എക്സാം, ഞാൻ എഴുതി പാസ്സായ ഒരാളാണ്. നെറ്റ് എക്സാം എഴുതിയ കുട്ടികൾ അത് പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് ഇന്ന് വീണ്ടും പരീക്ഷ നടത്തണമെന്ന് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളുടെ വേദന എന്താ ഇവർക്കാർക്ക് മനസ്സിലാവാത്തത്? ഈ സർവകലാശാല ക്യാമ്പസിൽ ഉണ്ടാകുന്ന അടിപിടിയിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് പോലെ തന്നെയാണ് അവരുടെ ഭാവി നഷ്ടപ്പെട്ട് 20-ലധികം കുഞ്ഞുങ്ങൾ ഈ രാജ്യത്ത് മരണത്തിന് ഇതെല്ലാം സ്റ്റേറ്റിന്റെ തന്നെ കൊലപാതകങ്ങളാണ് ഈ കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ എന്ന്
പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയം ക്യാമ്പസുകളിൽ അനിവാര്യമാണ്. വിദ്യാർത്ഥികളും തൊഴിലാളികളും കർഷകരും ഒക്കെ നടത്തുന്ന ഈ രാജ്യത്ത് നടത്തുന്ന പോരാട്ടം റെലവന്റ് ആണ്, അത് ഇറലവന്റ് അല്ല. ലോകത്തെമ്പാടും നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭരണകൂടങ്ങളെ നീക്കം ചെയ്തും ഭരണകൂടങ്ങളെ തിരുത്തിയതും വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന പ്രക്ഷോഭമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം അനിവാര്യമാണ് ക്യാമ്പസുകളിൽ. ഞാൻ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്റെ ക്യാമ്പസിൽ ഞാൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനാണ്. രാഷ്ട്രീയം ഇല്ലാതാകുന്നത് കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട് ദൈനംദിന കുട്ടികളുടെ ജീവിതത്തിൽ. അപ്പൊ ഈ പുറമെ നിന്ന് ഈ അമ്മാവന്മാർ പറയുന്നത് ഒന്നുമല്ല വസ്തുത. ക്യാമ്പസുകളിലെ കാര്യങ്ങൾ മാറി വരുന്നത് ഈ ആളുകൾ തിരിച്ചറിയണം. മാധ്യമങ്ങളെല്ലാം എഴുതി വിടുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ മുത്തശ്ശി മാധ്യമങ്ങൾ പത്രത്തിൽ എഴുതി വിടുന്നത് എല്ലാം വസ്തുതയൊന്നുമല്ല എന്നും കൂടെ തിരിച്ചറിയാനുള്ള ഒരു റീഡിംഗ് ദ ലൈൻ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന ഒരു വിവേകം ഈ അമ്മാവന്മാരും കൂടെ ഇവിടെ പറയുന്ന അമ്മാവന്മാരും കാണിക്കണമെന്നുള്ള വിനീതമായ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയത്തിലൂടെ വിദ്യാർത്ഥികാലം കഴിക്കുകയും പഠിച്ച് ഒരു അധ്യാപകനായി മാറുകയും ദീർഘകാലം വിദ്യാർത്ഥികളുമായി 10 വർഷമായി നിൽക്കുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായത്തിന് കൂടുതൽ നേരിട്ട് കാണുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ആൾ എന്ന നിലയ്ക്ക് കൂടി ആ വിഷയത്തിന് പ്രത്യേകമായ പ്രാധാന്യം ഉണ്ട്. ഡോക്ടർ എം ബി മണിയാണ് വിളിക്കുന്നത്. ശ്രീ എം ബി മണി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇപ്പോൾ നടക്കുന്ന പ്രവണത, ഒരു ഭാഗത്ത് VC നിന്നതുകൊണ്ട് അവർ രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കുന്നു, മറുഭാഗത്ത് വിദ്യാർത്ഥി സംഘടനകളും ക്യാമ്പസിലെ തന്നെ സർവകലാശാലയിലെ തന്നെ മറ്റ് യൂണിയനുകളും ഒക്കെ നിൽക്കുന്ന ഒരവസ്ഥ, ആകെക്കൂടി കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം. ഇങ്ങനെയാണോ സർവകലാശാലകളെ കൊണ്ടുപോകേണ്ടത്? ഇവിടെ അടിസ്ഥാനപരമായി പ്രശ്നം രണ്ടാണ്. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം കളിക്കുന്ന കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. ഈ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന ഗുണ്ടായിസം വരുമ്പോൾ കൈകാര്യം ചെയ്തതാണ് ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ ഇപ്പോഴുള്ളത്. 2, സർവകലാശാല എന്ന് പറയുന്നത് കുറെ കുട്ടികൾക്ക് ബിരുദം കൊടുക്കാനുള്ള ഒരു സ്ഥാപനം മാത്രമല്ല, രാജ്യപുരോഗതിക്കും ജനക്ഷേമത്തിനും ഉപകാരപ്രദമായ ഗവേഷണങ്ങൾ നടത്തി പുതിയ അറിവുകൾ കണ്ടെത്താനുള്ള സ്ഥാപനമാണ് ഇത് സർവകലാശാല. നമ്മുടെ നാട്ടിലെ സർവകലാശാലകള് പരീക്ഷ എഴുതാത്തവർക്ക് പോലും ബിരുദം കൊടുക്കുന്നതാണ് കേൾക്കുന്നത്. ഈ ഉള്ള ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളും ഡോക്ടറേറ്റ് ഉള്ളവരും PSC കോച്ചിങ് സെന്ററിൽ പോകുന്ന ഗതികേടാണ് നമ്മുടെ കേരളത്തിലുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം തീരെ താഴ്ന്നു പോയിരിക്കുന്നു, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലടക്കം. ഞാൻ ഒരു പുതിയ വൈദ്യശാസ്ത്ര സിദ്ധാന്തം 2001 മഹാത്മാഗാന്ധി സർവകലാശാല അവതരിപ്പിച്ച വ്യക്തിയാണ്. നോബൽ പ്രൈസിന്റെ സാധ്യതയിലെ പ്രൊഫസർമാർ പറഞ്ഞത് അട്ടിമറിച്ച് കൈ തന്നു യൂണിവേഴ്സിറ്റി. നമ്മുടെ സർവകലാപശാലകളായി മാറിയിരിക്കുന്നു. ഇത് തിരുത്തുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ഇങ്ങനെ പൊക്കോട്ടയിൽ വയ്ക്കുക നല്ലത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ തന്നെ കമൻറ്റാണ് ഞാൻ എടുത്തപ്പോൾ ആദ്യം വന്നത്. ഡോക്ടർ എം ബി മണിയുടെ കമൻറ്റ്: സർവകലാശാലകൾ ബിരുദദാനത്തിന് മാത്രമല്ല പുതിയ അറിവുകൾ കണ്ടെത്തുന്നതിനും കൂടിയായിരിക്കണം. എന്നാൽ നമ്മുടെ സർവകലാശാലകൾ നാഥനില്ലാത്ത കളരികളായി മാറുകയാണ്. വളരെ ഇതാണ്, സർവകലാശാലകൾ കേവലം ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ട ഇടങ്ങൾ മാത്രമല്ല, ലോകത്തിന് പുതിയ അറിവുകൾ, ലോകത്തെ എങ്ങനെ പുതിയ രീതിയിലേക്ക് വളർത്തണമെന്ന് തീരുമാനിക്കണം. അത് ശാസ്ത്രമായാലും സാങ്കേതികവിദ്യയായാലും രാഷ്ട്രീയമായാലും മറ്റെന്ത് വിഷയമായാലും ആ വിഷയത്തിലെല്ലാം ലോകത്തെ മാറ്റങ്ങൾ ആദ്യം തിരിച്ചറിഞ്ഞ് ആ മാറ്റങ്ങളിലേക്ക് ലോകത്തെ നയിക്കാൻ പറ്റുന്ന ഒരു തലമുറയെ വളർത്തേണ്ടതാണ് സർവകലാശാലകൾ. അത്തരത്തിൽ വേണം നമ്മുടെ സർവകലാശാലകൾ അടിസ്ഥാനപരമായി വളരേണ്ടത്. സുനിൽകുമാർ പറയുന്നു, SFIക്ക് ശവമഞ്ചവും ശവക്കുഴി തോണ്ടുന്ന പണിയുമാണ് ചേരുന്നത്. കുറച്ചൊക്കെ സംസ്കാരം നല്ലതാണ്. ആശയപരമായ വിയോജിപ്പ് വ്യക്തിഹത്യ വഴിയല്ല തീർക്കേണ്ടത് എന്ന് പറയുന്നു. ഒരു പ്രതീകാത്മകമായ ശവമഞ്ചോ അല്ലെങ്കിൽ ശവസംസ്കാരം നടത്തി എന്ന് എഴുതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരാളെ നേരിട്ട് ശാരീരികമായി ഒരാളെ ആക്രമിക്കരുത്. അത് ഒരു കാരണവശാലും ശരിയല്ല. ശാരീരികമല്ലാതെ പ്രതീകാത്മകമായി ഏതുതരം സമരം ചെയ്യുന്നതും ഏതെങ്കിലും ഒരാളെ ആ തരത്തിൽ അവമാനിക്കലായി കരുതേണ്ട കാര്യമുള്ളതല്ല. അത് ഒരു അധികാര സ്ഥാനത്തിനെതിരെ ഉള്ളതാണ്. പിന്നെ സമരത്തിൻ്റെ ആവശ്യം ശരിയാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് മറ്റ് ചോദ്യങ്ങളാണ്. ആരെയാണോ വിലക്കുന്നത് അവർ വളർന്ന ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് രഘുനന്ദനൻ തിരുവില്ലാമൂരം പറയുന്നു. ജയൻ ചേട്ടൻ നമസ്കാരം, 2 മിനിറ്റ് വേണം ഒരു കമൻറ്റ് കഴിഞ്ഞ് അടുത്ത പോസ്റ്റ് ചെയ്യാൻ എന്ന് സുൽകുമാർ പറയുന്നു. ഭരണം പോയപ്പോൾ ഗുണ്ടായിസം പണിയാക്കി മാറ്റി സംസ്കാര ശൂന്യരെന്നാണ് സുൽകുമാർ പറയുന്നത്. മോൻസാക്ക് പറയുന്നു, കിരൺ, ഈ ഗവർണറും VCമാരും ഓപ്പണായി രാഷ്ട്രീയം കളിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ചുമ്മാതെ ഇരിക്കണോ എന്ന് ചോദിക്കുന്നു. നന്ദകുമാർ പറയുന്നു, ഇന്ത്യയിൽ എവിടെയും കാണാത്ത തരത്തിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് SFI കാണിക്കുന്നത്. ഇതാണോ നമ്പർ 1 പ്രബുദ്ധ കേരളമെന്ന് നന്ദകുമാർ P ചോദിക്കുന്നു. നന്ദകുമാർ, ഇന്ത്യയിൽ എവിടെയും കാണാത്ത തരത്തിൽ ഇന്ത്യയിലെ വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് അതുവരെ പിടിച്ചു വെച്ചിരുന്ന ഒരു മന്ത്രിയെ തന്നെ രാജിവെപ്പിക്കേണ്ടതൊക്കെ ഈ തൊട്ടടുത്ത
കാലത്തല്ലേ കണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ എവിടെയും കാണാത്ത തരത്തിൽ കേരളത്തിൽ നടക്കുന്നു. കേരളത്തിലൊന്നും അത്ര വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം അടുത്ത കാലത്തൊക്കെ നടന്നിട്ടില്ല. പൊതുവേ കേരളത്തിലെ വിദ്യാർത്ഥികൾ അങ്ങനെ രാഷ്ട്രീയമായി കൂടുതൽ ഇടപെടുകയും അതിലൊക്കെ എന്തും പറഞ്ഞാൽ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്ന എന്തും അനുസരിച്ച് പോകുന്ന അല്ലെങ്കിൽ സ്കൂൾ അത്തരം വിധേയന്മാരായി നിൽക്കുന്ന വിദ്യാർത്ഥികളല്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ ആ തരത്തിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള സംശയമൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. കൂടുതൽ ഊർജ്ജസ്വലമായി കൂടുതൽ ആവേശത്തോടു കൂടിയൊക്കെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ കഴിയുന്ന ഒരു തലമുറ തന്നെയാണ് ക്യാമ്പസുകളിൽ ഉണ്ടാവേണ്ടത്. കേരളത്തിലെ വിദ്യാഭ്യാസം നശിച്ച് നാറാണക്കല്ലിളക്കി കുട്ടികൾ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. എന്തിന് ഈ വക മാരണങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ജീവിതത്തിൽ വിജയിച്ച ബ്രില്യൻ്റ് ആയവരെ ഇവിടെ വരട്ടെ എന്ന് ശശി ബാലകൃഷ്ണൻ പറയുന്നു. സുൽകുമാർ പറയുന്നു, എക്സാം എഴുതാതെ പാസ്സാകുന്ന 30-35 വയസ്സുള്ള SFI പിള്ളേരുടെ നാടായി ഇത് എന്ന് പറയുന്നു. ശശിധരൻ പിള്ള പറയുന്നു, നമസ്കാരം സുൽകുമാർ, ഇന്നലെ അത്യാവശ്യം പൊതുവേദി ഇല്ലാതിരുന്നതിനെ കുറിച്ച് പറയുന്നു. മോൻസാക്ക് പറയുന്നു, BJP ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഈ ഗവർണർമാരെ വെച്ച് ഈ നാട്ടിലെ വിദ്യാഭ്യാസം നശിപ്പിക്കാൻ ആണ് ഉദ്ദേശം. അങ്ങനെ ഇവിടെയും മണ്ടന്മാരുണ്ടെങ്കിലല്ലേ പാർട്ടിക്ക് വളരാൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. സലീം VA പറയുന്നു, ജനങ്ങൾ ഭരിക്കാൻ തിരഞ്ഞെടുത്തവർക്ക് നിലപാടില്ലാതെ വരുമ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നത് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഷിജു കുര്യത്ത് പറയുന്നു, ഇമ്പോർട്ടൻ്റ് ഓഫ് സ്റ്റുഡൻസ് പൊളിറ്റിക്സ് ഈസ് ഗെറ്റിംഗ് ഇൻക്രീസ് ഡേ ബൈ ഡേ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയം ശക്തമായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഉന്നത നേതാക്കൾ മക്കളെ സമരരംഗത്തുണ്ട്, അവരെല്ലാം വിദേശ പഠനത്തിലാണെന്ന് ശശിധരൻപിള്ള പറയുന്നു. കൊല ചെയ്യപ്പെടുന്ന പാവം കുട്ടികളെ രക്തസാക്ഷികളാക്കി കോടികൾ പിരിച്ചെടുത്ത് കുറച്ച് വീട്ടിൽ കൊടുത്ത് ബാക്കി പാർട്ടി ഫണ്ടാക്കി കഷ്ടമെന്നൊക്കെയാണ് സുൽകുമാർ പറയുന്നത്. മറ്റൊന്ന്, ആദ്യം ചെയ്യേണ്ടത് ഈ ഗവർണർമാരുടെ ഇടപെടൽ നിർത്തുകയാണ് വേണ്ടതെന്ന് മോൻസാക്ക് പറയുന്നു. AK കൃഷ്ണൻകുട്ടി പറയുന്നു, വോട്ടവകാശമുള്ള ആളുകളാണ് അവർ, സംഘടിക്കുക അവരുടെ അവകാശമാണ് എന്നത് ചൂണ്ടിക്കാണിക്കുന്നു കൃഷ്ണൻകുട്ടി. അതോടൊപ്പം തന്നെ വീണ്ടുമൊക്കെ ഒരേ ആളുകളുടെ കമൻ്റ് ആയതാണ് വായിക്കാത്ത. പ്രമോദ് എന്നാണ് പറയുന്നു, ഡോക്ടർ ഷിജു ഖാൻ എന്ന് പറയുന്നു. ഡോക്ടർ ഷിജു ഖാൻ എന്ന് പറയുന്നത് എന്തിനാണ് ഒരു തമാശ ചിരി എന്നുള്ളത് മനസ്സിലാകുന്നത്. ഷിജു ഖാൻ നന്നായി വിദ്യാർത്ഥി ജീവിതത്തിലൊക്കെ പഠിക്കുകയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമൊക്കെ ചെയ്ത ഒരാൾ കൂടിയാണ്. അയാളെ അങ്ങനെ കളിയാക്കേണ്ട ഏതെങ്കിലും തരത്തിലുള്ള കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതം വെക്കാനുള്ളതാണോ യൂണിവേഴ്സിറ്റികൾ? അവിടെ രാഷ്ട്രീയം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരാണ്, കഴിവും പ്രാപ്തിയുമുള്ളവർ ആണ് വരേണ്ടത് എന്നൊക്കെ പറയുന്നു. സലീം VA, പരീക്ഷ നടത്തിയ ശേഷം റദ്ദാക്കിയാൽ എഴുതിയ കുട്ടികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ നിയമം വേണം, അത് കാരണക്കാരുടെ പക്കൽ നീടാക്കണമെന്ന് സലീം VA പറഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പലപ്പോഴും ഒരു പരീക്ഷ എഴുതാൻ ഒരു കുട്ടി എടുക്കുന്ന ഒരു മാനസികമായ അധ്വാനം അത് എത്രത്തോളം വലുതാണ്. ഈ നീറ്റ് പരീക്ഷയിൽ നമുക്ക് തന്നെ നേരിട്ടറിയാവുന്ന കുട്ടികൾ പലരും രണ്ടാമത് പരീക്ഷ വെക്കുമ്പോൾ അതിൽ എഴുതാൻ തയ്യാറാവുന്നില്ല. കാരണം അവർക്ക് ആ ഒരു മാനസികമായ അവർ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ദിവസം കണക്കാക്കി എത്രയോ മാസങ്ങളായി അല്ലെങ്കിൽ വർഷത്തോളം അവർ മാനസികമായി തയ്യാറെടുത്ത് അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സന്തോഷങ്ങളും ഒക്കെ മാറ്റിവെച്ചൊക്കെ ഇതിനുവേണ്ടി പഠിക്കുന്ന കുട്ടികളാണ് ഉള്ളത്. കുട്ടികൾ മാത്രമല്ല, ചിലപ്പോൾ അവരുടെ രക്ഷകർത്താക്കളും ഒക്കെ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ സമ്പത്തടക്കം വിനിയോഗിച്ചുകൊണ്ട് വലിയ തുകയൊക്കെ കൊടുത്ത് അടക്കം പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അല്ലാതെ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഒരു പരീക്ഷ കഴിഞ്ഞാൽ മാറ്റിവെക്കുന്നവർക്ക് അങ്ങനെയല്ല. അവർക്ക് ഒരു പരീക്ഷ കഴിഞ്ഞാൽ അത് വേറെ ദിവസം ഒന്നുകൂടെ എഴുതിയാൽ എന്താ കുഴപ്പം, ഒന്ന് എഴുതിയതല്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അത് വിദ്യാർത്ഥികളുടെ മാനസിക നിലയൊന്നും തിരിച്ചറിയാതെയുള്ള പരിപാടികളാണ്, അല്ലെങ്കിൽ അതിനെ ഒരു സാമാന്യ വിലവെക്കാത്ത പരിപാടിയാണ്. വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോഴുള്ള വിശ്വാസം എന്താണ്? ഏറ്റവും മികച്ച രീതിയിൽ ഞാൻ പരീക്ഷ എഴുതിയാൽ ഞാൻ ആ പരീക്ഷയിൽ വിജയിക്കും, എനിക്ക് അത് കിട്ടും എന്നുള്ളതാണ്. അതിന് പകരം മറ്റ് മാനദണ്ഡങ്ങൾ വരികയും ചിലർക്ക് ചോദ്യപേപ്പർ നേരത്തെ കിട്ടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ വന്നാൽ ആ വിദ്യാർത്ഥിക്ക് ആ രാജ്യത്തോട്, ആ സംവിധാനത്തോടുള്ള വിശ്വാസ്യത കൂടിയാണ് നഷ്ടപ്പെടുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് കൂടി നമ്മൾ ആ ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം. മലയാളികൾക്ക് ഓണം കേവലം ഒരു ഉത്സവമല്ല, അതൊരു വികാരമാണ്. ഒരു കാലത്ത് പുതിയ ഓണക്കോടിയും ഗൾഫിലെ വിശേഷങ്ങളുമായി നാട്ടിലേക്ക് വിമാനം കയറുന്ന പ്രവാസികൾ കേരളത്തിന്റെ ഉത്സവ കാഴ്ചകളുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഓണസദ്യയുണ്ട്, കുടുംബത്തോടൊപ്പം കൂട്ടായ്മകളുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് അവധിക്കാലം പൂർണ്ണമായി ആസ്വദിച്ച ശേഷമേ അവർ മടക്കയാത്രയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുള്ളൂ. വിദേശത്ത് ജനിച്ചു വളരുന്ന പുതിയ തലമുറയ്ക്ക് കേരളത്തിന്റെ തനതായ സംസ്കാരവും പാരമ്പര്യവും പകർന്നു നൽകാൻ പ്രവാസി മാതാപിതാക്കൾ കണ്ടെത്തിയിരുന്ന ഏറ്റവും മികച്ച അവസരമായിരുന്നു ഓണക്കാലത്തെ നാട്ടിലേക്കുള്ള യാത്രകൾ.
എന്നാൽ ഇന്ന് കാലം മാറി. നാട്ടിലെ ഓണാഘോഷങ്ങൾ ഒഴിവാക്കുന്ന പ്രവാസികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഇതിന് പിന്നിലെ വില്ലൻ മറ്റാരുമല്ല, തൊട്ടാൽ കൈപൊള്ളുന്ന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ തന്നെയാണ്. ഒരു വർഷത്തെ മുഴുവൻ സമ്പാദ്യവും സ്വപ്നങ്ങളും നാട്ടിലെത്തിക്കാൻ കൊതിക്കുന്ന പ്രവാസിക്ക് മുന്നിൽ നിരക്ക് വർധനവിലൂടെ വലിയൊരു മതിൽ തീർക്കുകയാണ് വ്യോമയാന കമ്പനികൾ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഗൾഫ് മലയാളികളെ സംബന്ധിച്ച് എക്കാലത്തും ഇരട്ടി തിരക്കുള്ള സമയമാണ്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളുടെ വേനലവധി തീർന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതും നമ്മുടെ ഓണവും ഒരേ സമയത്താണ് വന്നെത്തുന്നത്. ഈ വർഷത്തെ വലിയ പെരുന്നാൾ നേരത്തെ കഴിഞ്ഞതിനാൽ വിമാന കമ്പനികളുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ വേനലവധിയും ഓണവും ലക്ഷ്യമാക്കി നാട്ടിലെത്തിയവരിലാണ്. നാട്ടിലെത്താൻ മുടക്കിയ തുകയേക്കാൾ 10 മടങ്ങ് അധികം ചെലവാക്കുന്ന തരത്തിലാണ് ഗൾഫിലേക്കുള്ള മടക്ക ടിക്കറ്റുകളുടെ നിരക്ക് വിമാന കമ്പനികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഡൈനാമിക് പ്രൈസിംഗ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ പകൽക്കൊള്ളയ്ക്ക് പിന്നിൽ കൃത്യമായ അൽഗോരിതങ്ങളുണ്ട്. യാത്രക്കാർ നിരന്തരം ടിക്കറ്റ് തിരയുമ്പോൾ തന്നെ ഡിമാൻഡ് മനസ്സിലാക്കി കൃത്രിമമായ വിലക്കയറ്റം സൃഷ്ടിക്കുകയാണ് കമ്പനികൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ 8,000 മുതൽ 15,000 രൂപ വരെ മാത്രം വിലയുണ്ടായിരുന്ന വൺ വേ ഇക്കോണമി ക്ലാസ് ടിക്കറ്റുകൾക്ക് ഇപ്പോൾ 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഷാർജയിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റിനിലേക്കുമുള്ള പല സർവീസുകളിലും സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുകയാണ് ബുക്കിംഗ് പോർട്ടലുകളിൽ തെളിയുന്നത്. ചെലവ് കുറയ്ക്കാൻ പ്രവാസികൾ കണ്ടെത്തുന്ന മറ്റു ചില വഴികളും ഇത്തവണ വ്യാപകമായി കാണാം. യാത്രാ തീയതി മാറ്റുക എന്നതാണ് പ്രധാന പോംവഴി. അതുകൊണ്ടാണ് ഓണത്തിന് മുൻപേ പലരും മടങ്ങാൻ നിർബന്ധിതരാകുന്നത്. ലക്ഷ്യസ്ഥാനത്തോട് ചേർന്ന മറ്റൊരു വിമാനത്താവളം പരിഗണിക്കുന്നവരുമുണ്ട്. നേരിട്ടുള്ള വിമാനങ്ങളെ ആശ്രയിക്കാതെ മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങൾ വഴിയുള്ള കണക്റ്റിംഗ് വിമാനങ്ങൾ തിരയുന്നവരും ഏറെയാണ്. ബംഗളൂരുവിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ ഗൾഫിലേക്കുള്ള നിരക്കിനേക്കാൾ വലിയ ചൂഷണമാണ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നടക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫിലേക്ക് 30 മുതൽ 40% കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുമ്പോഴാണ് പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ ഈ നിരക്ക് വർധനവ് നടപ്പിലാക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, കർണാടകയിലെ മംഗളൂരു വിമാനത്താവളങ്ങളെ ആശ്രയിച്ച് യാത്ര തിരിക്കുന്ന മലയാളികളുടെ എണ്ണവും അതുകൊണ്ട് തന്നെ കൂടുതലാണ്. എങ്ങനെയെങ്കിലും കുട്ടികളുടെ ക്ലാസുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഗൾഫിൽ തിരിച്ചെത്തുക, ജോലി നിലനിർത്തുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഭീമമായ യാത്രാ ചെലവ് താങ്ങാൻ കഴിയാതെ ഇത്തവണത്തെ നാട്ടിലേക്കുള്ള യാത്ര തന്നെ ഉപേക്ഷിച്ച് UAEയിലെ ഫ്ളാറ്റുകളിൽ അവധിക്കാലം ചെലവഴിക്കാൻ നിർബന്ധിതരായ ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. സീസണുകൾ നോക്കിയുള്ള ഈ കൊള്ളയ്ക്ക് അറുതി വരുത്തണമെന്ന പ്രവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ത്യൻ ഏവിയേഷൻ നിയമത്തിലെ റൂൾ 135 പ്രകാരം ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം വിമാന കമ്പനികൾക്കാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പലപ്പോഴും വ്യോമയാന മന്ത്രാലയം ഈ കൊള്ളയെ ന്യായീകരിക്കുന്നത്. ആഭ്യന്തര വിമാന സർവീസുകൾക്ക് അടിസ്ഥാന നിരക്കും ഉയർന്ന നിരക്കും നിശ്ചയിക്കും. കേരളത്തിലെ സർവകലാശാലകളിൽ ഇപ്പോൾ നടക്കുന്നത് സർവകലാശാലയ്ക്ക് യോജിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല. ഒരു ഭാഗത്ത് ഗവർണർ നിയോഗിച്ച വൈസ് ചാൻസലർമാരും മറുഭാഗത്ത് വിദ്യാർത്ഥികളും സർവകലാശാലയിലെ വിവിധ സംഘടനകളും ഒക്കെ നിന്നുകൊണ്ട് നടത്തുന്ന കാര്യങ്ങൾ, ഇരുഭാഗത്തു നിന്നും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു. എന്തായാലും അക്കാദമികമായോ അല്ലെങ്കിൽ സർവകലാശാലയുടെ സർഗാത്മക അന്തരീക്ഷത്തിനോ ഉതകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമല്ല നടക്കുന്നതെന്ന് എന്തായാലും കൃത്യമായി തന്നെ പറയാൻ കഴിയും. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ഏറ്റവും ഒടുവിലെ സംഭവം കണ്ണൂർ സർവകലാശാലയുടേതാണ്. അവിടെ യൂണിയൻ ഒരു പരിപാടി നടത്താൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആ പരിപാടി ഇല്ല, ഞങ്ങളുടെ ഹാളിൽ പറ്റില്ല എന്ന് സർവകലാശാല അവർക്ക് മറുപടി കൊടുക്കുന്നു. കാരണം IC ഘോഷ് അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് കാരണം. അവർ ആ സർവകലാശാല വിദ്യാർത്ഥികൾ സ്വാഭാവികമായി അതിനെ വിലക്ക് ലംഘിച്ച് പരിപാടി നടത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെയാണോ സർവകലാശാലകളിലൊക്കെ പോകേണ്ടത്? അതായത് സ്കൂളിലായാലും കോളേജിലായാലും ഉന്നത കലാലയങ്ങളിലായാലും ഒക്കെ രാഷ്ട്രീയം അനിവാര്യമാണ് എന്ന് എപ്പോഴും പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശനായാലും മറ്റ് ഒട്ടുമിക്ക മന്ത്രിമാരായാലും നേരത്തെ AK ആയാലും ഉമ്മൻചാണ്ടി ആയാലും CH മുഹമ്മദ് കോയ ആണെങ്കിലും ഒക്കെ തന്നെ വിദ്യാലയത്തിൽ നിന്ന് വിദ്യാലയ രാഷ്ട്രീയത്തിലൂടെ കടന്ന് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ആളുകളാണ്. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ വൈസ് ചാൻസലർ എന്ന് പറയുമ്പോൾ ഒരു സംഘടനയുടെ, ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പോയിട്ട് അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ചതാണോ? ആ പദവിക്ക് അദ്ദേഹത്തിന് യോജിച്ച ഒരു രീതിയിലല്ലോ അദ്ദേഹം പങ്കെടുത്തത്. അവിടെയാണ് നമ്മൾ ഇതിന്റെ ഒരു വേണ്ടാത്ത തരം കാണുന്നത്. കാരണം എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിക്കുകയും ചേർത്ത് നിർത്തുകയും അവർക്ക് സ്നേഹം പകർന്നു നൽകുകയും സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് പകർന്നു നൽകേണ്ടതും ആയ ഒരു വ്യക്തി
അദ്ദേഹം ഇത്തരം ഒരു വേദിയിൽ പോയി പറയുന്നതും ഇത്തരം ഒരു വേദിയിൽ പോകുന്നതും ശരിയല്ല. അതേ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അല്ലാതെ രാഷ്ട്രീയം പാടില്ല എന്നോ, വിദ്യാലയത്തിൽ രാഷ്ട്രീയം പാടില്ല എന്നോ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ട എന്നൊന്നല്ല. പക്ഷെ അതിന് ഒരു പക്വതയും അതിനൊരു മാന്യതയും ഉണ്ട്. വിദ്യാർത്ഥികളോട് രാഷ്ട്രീയ പാർട്ടികൾ ആ തരത്തിലാണ് അവരോട് നീങ്ങാൻ ആവശ്യപ്പെടും. പഠിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ചെറുതായിട്ട് രാഷ്ട്രീയമാവുന്ന ഭാവി ഭരണാധികാരിയാകേണ്ടവരാണ്, ഇന്ത്യ ഭരിക്കേണ്ടവരാണ് നിങ്ങൾ, കേരളത്തിലെ ഭരണ പങ്കാളിത്തം വഹിക്കേണ്ടവരാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഇത്തരം ആളുകൾ, അതായത് ഉന്നത പദവി വഹിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ശ്രീ സുകുമാരനാണ് പാലക്കാട്. ശ്രീ സുകുമാരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ സർവകലാശാലകൾ ഇമ്മട്ടിലാണോ പോകേണ്ടത്? ശ്രീ കിരൺ, രമേശ് സുകുമാരനാണ്. ശരി ശരി, ക്ഷമിക്കണം, ഞാൻ സോറി, ശ്രീ രമേശ് സുകുമാരൻ താങ്കൾ പറഞ്ഞോളൂ. ഞാൻ അവസാനത്തെ സുകുമാരൻ എന്നുള്ള പേര് മാത്രമാണ്. ഞാൻ സ്ഥിരം പ്രേക്ഷകരാണ്, അതുകൊണ്ട് പറയാതിരിക്കാൻ പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത്, ഈ നമ്മളുടെ ഇപ്പൊ കിരൺ തന്നെ പറഞ്ഞു, ഈ തീപ്പൊരി നേതാക്കളൊക്കെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞിട്ട് ഓരോ 1.5 മണിക്കൂർ ചർച്ച അല്ലെങ്കിൽ പ്രസംഗിക്കും. അപ്പോ ഈ നടക്കുന്നതൊക്കെ ശരിയാണോ? കിരൺ തന്നെ പറഞ്ഞില്ലേ, പ്രതീകാത്മക ശവസംസ്കാരം. ഒരു ഒരു അധ്യാപികയല്ലേ, അവർക്കെതിരെ, ജീവിച്ചിരിക്കുന്ന ഒരു അധ്യാപികക്കെതിരെ പ്രതീകാത്മക ശവസംസ്കാരം. കിരൺ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ കോളേജും സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. രമേശ്, അതിനകത്ത് നമ്മൾ അതിനെ ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ ശാരീരികമായി ആക്രമിക്കാതെ അവരെ ഏതെങ്കിലും തരത്തിൽ പ്രതീകാത്മക ശവസംസ്കാരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടത്തുന്നതിൽ വ്യക്തിപരമായി എനിക്ക് അതിനകത്ത് ഒരു പ്രതിഷേധ രീതി എന്നതിനപ്പുറത്തേക്ക് അതൊരു മോശപ്പെട്ട കാര്യമാണ്. അവരുടെ ബോഡി ഒന്നും കെട്ടിക്കൊണ്ടു വന്നല്ലോ, അവരൊരു ഇങ്ങനെ ഒരാൾ ഇവിടെ വേണ്ട, ഇങ്ങനെ ഒരാളിന് ഇരിക്കാൻ യോഗ്യതയില്ലെന്ന് കാണിക്കാൻ വേണ്ടി അവർ ചെയ്തൊരു കാര്യം, അതിന് ഏതെങ്കിലും തരത്തിൽ അതിനെ ഒരു മോശപ്പെട്ട കാര്യമായി കരുതേണ്ടതുണ്ട്. ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്, ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നാം. അല്ല, തീർച്ചയായിട്ടും ഒരു മാതാപിതാ ഗുരുദൈവം എന്നൊക്കെ പറയുന്ന ഒരു ചൊല്ല് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് എല്ലാ മാതാവിനെയും, എല്ലാ പിതാക്കന്മാരെയും, എല്ലാ ഗുരുക്കന്മാരെയും എല്ലാം ദൈവമായിട്ട് കാണാനോ ഒന്നും എപ്പോഴും കഴിയണമെന്നില്ല. ആ സ്ഥാനമൊക്കെ വഹിക്കുന്ന ആളുകൾക്ക് അതിന് അർഹതയുണ്ട് എന്നുള്ള ആ തരത്തിൽ പ്രവർത്തിച്ചാലല്ലേ അങ്ങനെ ചെയ്യാൻ കഴിയൂ. അല്ലാത്ത ആളുകളോട് തിരിച്ചു നോക്കി ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരത്തില്ലേ? ഒരു ഗുരുവിനെ എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ നിലയിൽ നിന്ന് പ്രവർത്തിക്കണം, അല്ലാതെ അതിനപ്പുറത്തേക്ക് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചോദ്യം ചോദിക്കും. അത് സ്വാഭാവികമല്ലേ? ചോദ്യം ചോദിച്ചോട്ടെ, സിസാ തോമസ് എന്ത് അപരാധം ചെയ്ത്? അല്ല, സിസാ തോമസ് എന്ത് അപരാധം ചെയ്തു ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. എൻ്റെ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു പ്രതിഷേധം ഇവരെല്ലാം ആര് നടത്തിയാലും ഒരാളെ ശാരീരികമായി ആക്രമിക്കാത്തടത്തോളം കാലം ഒരു പ്രതിഷേധം നടത്തുന്നതിനകത്ത് നമ്മൾ അതിനെ ഒരു മോശപ്പെട്ട കാര്യമായി കാണേണ്ടില്ല. ഇനി വ്യക്തിപരമായ ആളുകൾ കാണണമെങ്കിൽ അങ്ങനെ കാണാം. അല്ല, വിക്ടോറിയ കോളേജിൽ നടന്നത് സരസ്വ ടീച്ചർക്ക് ഞാൻ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായ ശ്രീ രമേശ് സുകുമാരൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ അതിനെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഒക്കെ ഉണ്ട്. ഏത് സമരം വേണമെന്ന് അവർക്ക് വിദ്യാസംഘടനകൾക്ക് തീരുമാനിക്കാം. അത് ശരിയാണോ ശ്രീ കിരൺ? എനിക്ക് ശരിയല്ല എന്നുള്ള അഭിപ്രായം ഇല്ല എന്ന് തന്നെയാണ് ശ്രീ രമേശ് സുകുമാരൻ പറഞ്ഞത്. ഒരു അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ മരിച്ചതായിട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെയല്ലേ ഗുരു? അച്ഛനെ അമ്മയും പോലെ എങ്ങനെയാണ് ഗുരുവിന്റെ സ്ഥാനത്ത് നിന്നാൽ അങ്ങനെ കാണാം. എല്ലാ ഗുരുക്കന്മാരും അങ്ങനെ ഗുരുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളല്ല. ഈ അച്ഛൻ, എനിക്കറിയില്ല സരസ്വതി ടീച്ചർ എന്താ ചെയ്തതെന്നും ഈ ഗുരു അത് എത്ര കാലം മുമ്പ് നടന്ന കാര്യമാണ്. അതല്ല, ഇതേ ഗുരു തന്നെയല്ലേ കുട്ടികൾക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തത്? ഈ ശവസംസ്കാരം നടത്തുന്ന നിങ്ങൾ തന്നെ ആലോചിച്ച്, നിങ്ങളുടെ മകനോ മകളോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർ ചീത്ത പറയില്ലേ? അതല്ലേ ഒരു ശരിയായ ഒരു പിതാവ്? രമേശ് സുകുമാരൻ, എന്റെ മോനാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വീട്ടിൽ കയറ്റില്ല. ശ്രീ രമേശ് സുകുമാരൻ, താങ്കൾക്ക് വീട്ടിൽ കയറ്റോ കയറ്റാതിരിക്കോ ഒക്കെ ചെയ്യാം, അതൊക്കെ വേറെ കാര്യം. അങ്ങനെ ഒരാളെ വീട്ടിൽ കയറണോ കയറ്റണ്ട എന്നുള്ളതോ, അല്ലെങ്കിൽ ഒരു പിതാവിനെതിരെയോ മാതാവിനെതിരെയോ അല്ലെങ്കിൽ ഗുരുവിനെതിരെ അങ്ങനെ ചെയ്യണോ വേണ്ട എന്നൊക്കെ പിതാവായാലും മാതാവായാലും ഗുരുവായാലും അവരുടെ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആരും ഇത് ചെയ്യില്ല. അവരുടെ നിലയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യും ആളുകൾ. പൊട്ടി ഒലിക്കുക. പ്രബുദ്ധ കേരളം, നമ്പർ 1 കേരളം. നന്നായിട്ടുണ്ട്, എന്തായാലും വെളുപ്പിക്കും. എനിവേ, താങ്ക് യു. ശരി ശ്രീ രമേശ് കുമാരൻ. എത്രയോ ആളുകൾ ഈ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുമ്പോൾ മാതാവും പിതാവും ഗുരുവും അവരുടെ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് അതിനെല്ലാം ആ തരത്തിൽ ആളുകൾ കാണുന്നത്. അങ്ങനെയല്ല, മറ്റു തരത്തിൽ പ്രവർത്തിച്ചാൽ സ്വാഭാവികമായും മറ്റ് ഉള്ള ആളുകളും അത്തരത്തിൽ പ്രതികരണമൊക്കെ ഉണ്ടാവും. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ അഭിപ്രായ പ്രകടനങ്ങളിൽ സർവകലാശാല വിസിമാർ ഈ കാര്യത്തിൽ പുലർത്തുന്ന രാഷ്ട്രീയമായ ചില മോശപ്പെട്ട പ്രവണതകൾ, അതോടൊപ്പം തന്നെ ഈ സംഘടനയിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്ത SFIക്കാരുടെ സമരത്തിനെതിരായി നടന്ന അതിശക്തമായ വിമർശനം, വിദ്യാർത്ഥികൾ രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞ ഒരു കൂട്ടർ, അങ്ങനെയല്ല, വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തിലൂടെ തന്നെ വളർന്നു വരണം, അവർ ഈ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് തന്നെ വളർന്നു വരണം എന്ന് ചൂണ്ടിക്കാണിച്ച ആളുകൾ സമൂഹത്തിൽ വ്യത്യസ്തമായ വളരെ വൈവിധ്യമുള്ള അഭിപ്രായങ്ങൾ കൂടിയുള്ളവരാണ്. വിദ്യാർത്ഥികളെ പഠിക്കാൻ
വിടുന്നത് പഠിക്കാൻ മാത്രമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുമ്പോൾ അവർ ഈ രാജ്യത്തെ കൂടി അറിഞ്ഞ് സമൂഹത്തെ അറിഞ്ഞ് വളരണം, എങ്കിലേ ഈ രാജ്യത്തിന് നാളെ നേട്ടം ഉണ്ടാവൂ എന്ന് കരുതുന്ന ആളുകളുമൊക്കെ ഉണ്ട്. എന്തായാലും ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ സമൂഹം എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് അഭിപ്രായ പ്രകടനങ്ങൾ. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.